നിങ്ങളുടെ മേലും കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ, നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ കർത്താവിൻ്റെ പ്രവർത്തികളെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട വിശ്വാസി അനുദിനം വളരുകയാണ്. നമ്മൾ തളരുകയല്ല, വളരുകയാണ്. ക്രിസ്തുവിൽ നമ്മൾ വളരുകയാണ്. ക്രിസ്തുവിൽ വേരൂന്നി നമ്മൾ ആത്മീക വർധനവ് പ്രാപിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയം കർത്താവിൽ വളരുന്ന സമയമാണ്. ഇന്ന് നമുക്ക് അതിനായിട്ട് ചില വചനങ്ങൾ അല്പനേരം പറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ കൃപാപര ശുശ്രൂഷകളെ പറ്റിയും അതിലേക്കുള്ള നമുക്ക് എക്സ്പീരിയൻസുകളെ പറ്റി ഇന്ന് പോകാം. പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അനേകർക്കൊരനുഗ്രഹമാക്കി കർത്താവ് നിങ്ങളെ മാറ്റും. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഒരു വാക്യം ഞാൻ അതിനായിട്ടൊന്ന് നിങ്ങൾക്ക് മുമ്പാകെ വായിക്കാം. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. അതിന് മുമ്പായിട്ട് ഞാൻ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയുന്നു. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ സകല സമൃദ്ധിയും അനുഭവിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. മിറക്കിൾ മണിയാൽ ഞാൻ നിറയും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്ക് അഭിഷേകം തന്നത് വലിയ കാര്യങ്ങളെ ലോകത്തിൽ ചെയ്യാൻ വേണ്ടിയാണ്. ആമേൻ. അപ്പോൾ ഇന്ന് ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ഇന്ന് വചനധ്യാനമായതുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ പോകുന്ന പോലെയല്ല. അപ്പോൾ ഇന്നൊരു നിങ്ങളുടെ മനോഭാവത്തിൽ ഇന്നൊരു വിടുതൽ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല, വിടുതൽ കൊടുക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റിയിരിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസിയുടെ മേൽ ദൈവത്തിൻ്റെ പ്ലാൻ, ഒരു വിശ്വാസിയുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി. ലൂക്കോസ് 4:18 ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുക. നോക്കിക്കേ, കർത്താവ് സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് അറിവല്ല തന്നിരിക്കുന്നത്, പകരം അഭിഷേകമാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു വ്യക്തിക്ക് സുവിശേഷം പറയുവാൻ ലോകത്തിൽ വളരെ ഈസിയാണ് അല്ലേ? മലയാളം കൂട്ടി വായിക്കാൻ അറിയാവുന്ന, ഇംഗ്ലീഷിലോ മറ്റേതെങ്കിലും ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ബൈബിള് പ്രസംഗിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയക്കാർ ബൈബിൾ പഠിച്ചിട്ടോ അവർക്ക് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. അവർ ചിലപ്പം ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഒത്തിരി സഭകളിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? മനോഹരമായിട്ട് യേശുവിനെ പ്രസംഗിക്കും. ആ പ്രസംഗം കേട്ട് പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ഭയങ്കര വലിയ പ്രസംഗമാണെന്ന് പറയാറുണ്ട്. പക്ഷേ അവരൊരിക്കലും ഒരു പ്രസംഗകരല്ല. അവർ എന്ത് ചെയ്യുന്നു? അവർക്കൊരു പ്രസംഗ വശമുണ്ട്, ഒരു പ്രസംഗ ശാസ്ത്രം അവർക്ക് വശമുള്ളത് കൊണ്ട് അവർക്ക് ഏത് വിഷയവും പറയാൻ പറ്റും. എന്നാൽ ഇവിടെ യേശുക്രിസ്തു പറയുകയാണ് സുവിശേഷം അറിയിപ്പാൻ. ഇനി ശ്രദ്ധിച്ചിരുന്നോണേ, പ്രത്യേകിച്ച് വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നവരോട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ, ഉറക്കം വരുന്നെന്ന് ചിന്തയുണ്ടെങ്കിൽ അത് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം. ഉറക്കം വരുമെന്ന് തോന്നലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വീഡിയോ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ശുശ്രൂഷിക്കുന്നവരുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ എത്രത്തോളം ആഗ്രഹത്തോടിരിക്കുന്നത് ശുശ്രൂഷകൻ്റെ ഹൃദയത്തെ എപ്പോഴും അത് ബലപ്പെടുത്തും. പൗലൂസ് ലീഗ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ആ മുടന്തനായ മനുഷ്യൻ അവിടെ ഇരുന്ന് പ്രസംഗം കേട്ടപ്പോഴേക്കും പൗലൂസ് പറയുകയാണ്, സൗഖ്യമാകുവാനുള്ള മനസ്സ് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് അവൻ്റെ കാലൂന്നി എണീക്കാൻ പറഞ്ഞു. അപ്പോൾ ശുശ്രൂഷകനും മുമ്പിലിരിക്കുന്ന ആൾക്കാരുമൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ചിലപ്പം നിങ്ങൾ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ പ്രവചിക്കാൻ തോന്നത്തില്ലോ, എങ്കിലും പ്രാർത്ഥന നിർത്താം. പക്ഷേ ആഗ്രഹത്തോടെ കൊതിയോടെ ഇരിക്കുന്നവരെ കാണുമ്പോൾ അഭിഷേകമുള്ളവർക്ക് ആത്മാവിലൊരു പ്രേരണയുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്.
ആമേൻ. പൗലോസ്ലീഗ ആ മുടന്തനോട് പറഞ്ഞതുപോലെ കാലൂന്നി എണീക്കുക എന്ന് പറഞ്ഞു. ആമേൻ. നമുക്ക് നോക്കിക്കേ, ഇവിടെ ദരിദ്രന്മാരോട്, അപ്പോൾ ഏതൊരു വ്യക്തിക്കും സുവിശേഷം അറിയിക്കാൻ പറ്റും. രക്ഷിക്കപ്പെട്ട വ്യക്തി സുവിശേഷം അറിയിക്കണം. അപ്പം ഞാൻ എപ്പോഴും ഓർത്തോണം, നമ്മൾ പലപ്പോഴും ഈ സുവിശേഷം അറിയിക്കണമെന്ന് പറയുമ്പോൾ ആളുകളുടെ ചിന്തയിൽ ഈ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ആൾക്കാർ നോട്ടീസ് കൊടുക്കാറുണ്ട്, പരസ്യങ്ങൾ ചെയ്യാറുണ്ട്, കൺവെൻഷനുകൾ വെക്കാറുണ്ട്, പലയിടങ്ങളിലും പല രീതിയിൽ സുവിശേഷം അറിയിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ലഭിച്ചൊരു ദൈവികമായിട്ടുള്ളൊരു പ്രകാശം അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഒരു വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്നത് അഭിഷേകത്താൽ ചെയ്യുന്നതാണ്. അഭിഷേകത്താലാണ് സുവിശേഷം ചെയ്യേണ്ടത്. നിങ്ങളൊരു വ്യക്തിയോട് എന്താണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു വ്യക്തിയെ ലോകത്തിൽ അയക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് യേശു പറയുകയാണ്, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. അതായത് ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി എക്സ്ട്രാ ഓർഡിനറി ആയി മാറുന്നതാണ് അഭിഷേകം. അതായത് അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഇശായിക്ക് ഒത്തിരി മക്കളുണ്ടായിരുന്നു. അവത്തിൽ ദാവീദ് എന്ന് പറയുന്ന പവിഴ നിറമുള്ള കാട്ടിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ജോലി ആടുകളെ മേയ്ക്കുന്നതാണ്. പക്ഷേ ദാവീദിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തോടൊരിഷ്ടമുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ പൊക്കമോ വണ്ണമോ ഒന്നും നോക്കരുത്, അവരുടെ മുഖം നോക്കരുത്, ഞാൻ ഇവരെ ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല. അവസാനം ഇശായോട് ചോദിച്ചു, നിനക്ക് വേറെ ഏതെങ്കിലും മകനുണ്ടോ? ഉടനെ പറഞ്ഞു, ഉണ്ട്, ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാണ്, ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്, അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ വന്നപ്പോഴേക്കും നോക്കിക്കേ, അവിടെ തൈലക്കൊമ്പുകൾ ചലിക്കുവാൻ തുടങ്ങി. അഭിഷേകം ദാവീദിൻ്റെ മേൽ ചെയ്യുമ്പോൾ, ശ്രദ്ധിച്ചോണം, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, അഭിഷേകം ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ അകത്ത് സൂപ്പർ നാച്ചുറൽ എബിലിറ്റി വന്നിരിക്കുന്നു. നിങ്ങളൊരു സാധാരണക്കാരനല്ല. അന്ന് മുതൽ പിശാചിന് നിങ്ങളൊരു വെല്ലുവിളിയാണ്. അഭിഷേകം വന്ന ഉടനെ, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, പട്ടണങ്ങളിൽ ഭൂതങ്ങളുണ്ട് മനുഷ്യൻ്റെ മേൽ. യേശു പറഞ്ഞു, പോയി സുവിശേഷം അറിയിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. അവർ തിരിച്ചു മടങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയവരാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഈ ദുഷ്ടശക്തികളെ ജയിക്കുവാനാണ് ദൈവം നമുക്ക് അഭിഷേകം. ഈ അഭിഷേകത്തിൻ്റെ കോൺഫിഡൻസ് ആണ് തമ്പുരാൻ പറഞ്ഞേക്കുന്നത്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. ഇപ്പം മനസ്സിലായോ? ഈ അഭിഷേകം ഉള്ളതുകൊണ്ടാണ് ലൂക്കോസ് 10:19 പറയുന്നത്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എന്ത് ചെയ്യത്തില്ല. ഇതൊരു വലിയൊരു പൊതിഞ്ഞ ആവരണമാണ് അഭിഷേകം. അപ്പോൾ യേശു ക്രിസ്തുവിനെ കർത്താവായി വിശ്വസിക്കുന്ന ഏവരുടെ അകത്തും ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. അഭിഷേകം പ്രത്യേകം ലഭിക്കുന്നതല്ല. നമുക്കറിയാം, ബൈബിളിൽ പറഞ്ഞ വാക്ക്, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ ഇവിടെ നോക്കി, യേശു പറയുകയാണ്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൻ്റെ അഭിഷേകം ചെയ്തിരിക്കാൻ പരിശുദ്ധ ആത്മാവെൻ്റെ മേലുണ്ട്. കണ്ടോ, അഭിഷേകം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ ആത്മാവുണ്ട്. അപ്പം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടോ ഇല്ലയോ എന്നൊരു തെളിവ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ തെളിവ്? ഞാൻ എപ്പോഴും പറയുന്നത്, എന്താ തെളിവ്? പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ടോ എന്നൊരാൾ സംശയം ചോദിച്ചാൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഉണ്ടോ ഇല്ലയോ എന്ന്? അഭിഷേകമല്ല ഞാൻ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവ് അകത്തുണ്ട് എന്നതിന് തെളിവ്. അത് തന്നെ, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ബൈബിൾ പറയുന്നുണ്ട്, യേശുവാണ് എൻ്റെ കർത്താവ്, എനിക്ക് മറ്റ് കല്ലിനെയോ മണ്ണിനെയോ ഒന്നിനെ അല്ല ഞാൻ ആരാധിക്കുന്നത്, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറയുവാൻ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കഴിവിൻ്റെ അകത്തുനിന്ന് പറയാൻ പറ്റത്തില്ല. ബൈബിൾ പറയുന്നു, നോക്കി, 1 കൊരിന്ത്യർ 12:3 പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ പോലും ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ഉണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു നിങ്ങളുടെ അകത്ത് അഭിഷേകമുണ്ട്. കണ്ടോ? അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് സെപ്പറേറ്റ് കിട്ടുന്നതല്ല. അപ്പോൾ ചിലർ ചിന്തിക്കും, ബ്രദറെ, അങ്ങനെയാണെങ്കിൽ കൈവെപ്പിലൂടെ കിട്ടുന്നതോ? യേശുവിൻ്റെ കൈവെപ്പിലൂടെ യഥാർത്ഥത്തിൽ 2 രീതിയിലാണ്. ഒന്ന്, ആദ്യമായിട്ടൊരു അഭിഷേകം കിട്ടാത്തൊരു വ്യക്തിക്ക് കൈവെപ്പിലൂടെ യേശുക്രിസ്തുവിൽ പകർച്ചകളുണ്ടാവും. 2, കൈവെപ്പിലൂടെ അവരുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തിന് വർധനവുണ്ടാകും. ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ഒരാൾ
അദ്ദേഹത്തിൻ്റെ കൈവെപ്പ്, നമ്മൾ ഇന്നാളൊരു സഹോദരിക്ക് അറിഞ്ഞു കേട്ടാൽ, നമ്മൾ എറണാകുളത്ത് വെച്ച് കൈവെപ്പ് ശുശ്രൂഷ വെച്ചായിരുന്നു. അപ്പം കോട്ടയത്തു നിന്ന് വന്നൊരു സഹോദരി, ഭരണങ്ങാനത്തുള്ള സഹോദരി, ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആ സഹോദരി പറഞ്ഞു അവിടെ വന്ന് കൈവെപ്പിന് വേണ്ടി മാത്രം വന്നതാണ്. സഹോദരി പ്രാർത്ഥനയോടെ വന്നു. കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചതിന് ശേഷം സഹോദരി പറഞ്ഞു അവിടെ പോയി രോഗികളെ സൗഖ്യമാക്കുവാൻ, കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ വീഴ്ച നിമിത്തം അവന് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, അവൻ്റെ അസ്ഥിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും സഹോദരി ഓടി നടന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? കൈവെപ്പിലൂടെ അകത്തിരിക്കുന്ന നിലവിലുള്ള കൃപാവരത്തിനൊരു ജ്വലനമുണ്ടാകുക. പ്രത്യേകിച്ചൊന്നും കിട്ടുന്നതല്ല, ഒരു ജ്വലനമുണ്ടാകുകയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും കൃപാവരത്തിന് കുറവുണ്ടെങ്കിൽ, മുട്ടുണ്ടെങ്കിൽ ഞാൻ വന്നത് നികത്താന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കപ്പെടുന്ന ഒരാളുടെ കൈവെപ്പിലൂടെ ശുശ്രൂഷകൾ ജ്വലിക്കും. ഇനി ശ്രദ്ധിച്ചോണേ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടെന്ന് പറയത്തില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു എൻ്റെ കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നത് തെളിവ് നിങ്ങളുടെ അകത്ത് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയും. നമ്മളെപ്പോഴും പറയുന്നത് അല്ലേ. ഇനി ലൂക്കോസ് 4 വാ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട്. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ അഭിഷേകമുണ്ട്. അഭിഷേകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് എന്താണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ കഴിവ് നിങ്ങളിൽ വെളിപ്പെടുന്നതാണ് അഭിഷേകം. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടുന്നതാണ് അഭിഷേകം. ശ്രദ്ധിച്ച് നോക്കിക്കോണേ. അപ്പോൾ ഒരു വ്യക്തിക്ക് അഭിഷേകമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ എബിലിറ്റി, സൂപ്പർ നാച്ചുറൽ എബിലിറ്റി നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം നമ്മളെല്ലാം ഇപ്പോഴും പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ ഈ വാക്യം എപ്പോഴും മനസ്സിൽ കുറിക്കണേ. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം, വിശ്വസിക്കുകയും സ്നാനം എടുക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. ഇനി ആ വാക്ക് നമ്മൾ നോക്കിക്കേ, രക്ഷിക്കപ്പെട്ട് കഴിയുന്നുള്ള വാക്ക് നോക്കിക്കേ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ 16 പറയുന്നു, നോക്കിക്കേ ആ വാക്ക് കൊണ്ടോ, വിശ്വസിക്കുന്നവരാൽ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. നോക്കിക്കോണേ, വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാണോ രക്ഷിക്കപ്പെട്ടവർ അവരിലൂടെ അടയാളം നടക്കും. കാരണം വെച്ചാൽ അവരുടെ അകത്ത് അഭിഷേകം വന്നിരിക്കുന്നു. അവരുടെ അകത്ത് അഭിഷേകം വന്നതുകൊണ്ട് അവരുടെ അകത്ത് അടയാളങ്ങൾ നടക്കും. ഇനി ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ചോദ്യം, ബ്രദറെ, ഞങ്ങൾ 10-20 വർഷമായിട്ട് വിശ്വാസത്തിൽ വന്നു, ഞങ്ങൾ 10-40 വർഷമായിട്ട് യേശുവിനെ അറിഞ്ഞു, 10, 20, 15, 5, 3, 4 വർഷമായിക്കോട്ടെ, പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും കാണാനോ ഞങ്ങൾക്കിതൊന്നും ഉപയോഗിക്കാനോ പറ്റുന്നില്ല? ഇവിടെയാണ് പഠിപ്പീരുകളുടെ കുഴപ്പം. പഠിപ്പീരുകളുടെ കുഴപ്പം ഇതാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോണേ. ഇപ്പം നമുക്കറിയാം, ഞാനിന്ന് എപ്പോഴും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ഒരു മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലിരിക്കുക. മൊബൈൽ ഫോൺ എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നു. അപ്പം പല ആൻറ്റിമാരും പറയും, ബ്രദറെ ഞങ്ങൾക്ക് ഈ സൂം മീറ്റിംഗ് ഒന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പോൾ കയ്യിലിരിക്കുന്ന ഫോൺ വലിയ ഫോണായിരിക്കും, വില കൂടിയ മൊബൈൽ ഫോണാണ്. പക്ഷെ അവർ പറയും, ബ്രദറെ ഞങ്ങൾക്ക് സൂമിൽ കയറാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അവരോട് പറയും, എത്ര വയസ്സാണെങ്കിലും പഠിക്കണം. കൊച്ചുമക്കളോടോ മക്കളോടോ ഏതെങ്കിലും ആൾക്കാരോട് വെച്ച് സൂമിൽ കയറാൻ പഠിക്കണം. കാര്യം നമുക്ക് വാട്സാപ്പ് ആവശ്യമെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ വാട്സാപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയെങ്കിലും പിള്ളേരുടെ ഫോട്ടോയും വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവരിപ്പോൾ വിദേശത്തേക്ക് ആയിരിക്കാം, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കും അല്ലേ, കഷ്ടപ്പെട്ട് പഠിക്കും. സ്മാർട്ട് ഫോൺ മേടിക്കുന്നതിൻ്റെ ഉപയോഗം നമുക്കൊരു ഫോട്ടോ എടുക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ കൈവശം കിട്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തെ ഫീച്ചേഴ്സ് ഒന്നും അനുഭവിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല എങ്കിൽ പഠിപ്പീരിൻ്റെ കുഴപ്പമാണ്. ഈ മൊബൈൽ ഫോൺ തന്നയാൾ നിങ്ങളെ പഠിപ്പിച്ചില്ല ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഏതോ കല്യാണ വീട്ടിൽ വെച്ച് ഒരാൾ പറയുക, അച്ചായ വലിയ ഫോണാണ് ഇരിക്കുന്നത്, എന്നാ ഉപയോഗം? ഞാൻ ഫോൺ ചെയ്യാറുണ്ട്. ഫോൺ മാത്രമേ ചെയ്യാറുള്ളൂ, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാവോ? ഇതിനകത്ത് വാട്സാപ്പ് ഉണ്ട്, ഇതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആക്കി ഒത്തിരി കാര്യം ഷെയർ ചെയ്യാം. അങ്ങനെ യൂട്യൂബ് ഉണ്ട്, ഒത്തിരി വീഡിയോസ് കാണാം. അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ആഹാ ഇത്രയും ഉണ്ടായിട്ടുണ്ടോ, ഞാനിത് അറിഞ്ഞില്ല. കണ്ടോ? അപ്പോൾ പഠിപ്പീര് ഭയങ്കര ഒരു വിഷയമാണ്. പഠിപ്പീര് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ നോക്കി, വിശ്വസിക്കുന്നവരിലൂടെ അടയാളം നടക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചോണം, രക്ഷിക്കപ്പെട്ട ഞാൻ, എൻ്റെ അകത്ത് അഭിഷേകമുണ്ട്. ഇനി അഭിഷേകത്താലാണ് സുവിശേഷം അറിയിക്കുന്നത്. അതായത് സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ചിന്തയിൽ നമ്മുടെ അകത്ത് ഒരാളുടെ സുവിശേഷം പറയും, സഹോദരാ യേശുവിനെ കർത്താവായിട്ട് വിശ്വസിക്കും. ഉടനെ അയാൾ ചോദിക്കും, എന്തിനാണ് ഞാൻ യേശുവിനെ പ്രത്യേകിച്ച് ഞാൻ ഇരിക്കുന്ന രാജ്യത്ത്, ഇപ്പം ഞാൻ ഇരിക്കുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിരീശ്വരവാദികളാണ്.
കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സൗകര്യം പറയാനിടയായി തീർന്നു. ഒരു 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 ഫംഗ്ഷന് വേണ്ടി അവരിങ്ങനെ ഒരു ഓഡിറ്റോറിയം തപ്പി നടന്ന സമയത്ത് അവിടെ ചെന്ന സമയത്തേക്ക് ഭയങ്കര സങ്കടം തോന്നിയെന്ന് പറഞ്ഞത്. ഒരു പള്ളി, വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളി, അതൊരു ഓഡിറ്റോറിയം ആക്കിയിരിക്കുക. അതിൻ്റെ അകത്ത് അൾത്താരയിൽ അവിടെ കൊണ്ടുവന്നൊരു ബാറ് വെച്ചിരിക്കുക. കണ്ടേ, അൾത്താരയിൽ അവിടെ കൊണ്ടുവന്ന് ബാറ്, അൾത്താരയുടെ സൈഡിലായിട്ട് ബാറ് സെറ്റ്. അൾത്താരയുടെ സൈഡിലാണോ അതോ പുറത്താണോ എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് അൾത്താരയുടെ പുറത്താണ്. അതെല്ലാം അതേപോലെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ബാറ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അവർ കല്യാണത്തിന് വേണ്ടി അത് കൊടുക്കുക. വലിയൊരു അതായത് ഭയങ്കര പടുകൂറ്റൻ ഒരു ആലയമാണത്. അതിനെ അവർ പുതുക്കി പണിതെടുത്ത് വലിയൊരു നമ്മുടെ നാട്ടിലെ ഒരു ഒരു ഓഡിറ്റോറിയം പോലെ ആക്കിയിരിക്കും. അത് അൾത്താരയുടെ പുറത്ത്, അൾത്താരയ്ക്കകത്തില്ല, അതിൻ്റെ പുറത്ത് അവർ ബാറ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. മദ്യപിക്കണേ മദ്യപിക്കാം. അപ്പോൾ ഒരു കാലത്ത് സുവിശേഷത്തിന് വേണ്ടി തടന്നിരുന്ന സ്ഥലങ്ങൾ ആൾക്കാർ നിരീശ്വരവാദത്തിൽ. അപ്പോൾ ഇവരോട് നിങ്ങളോട് എന്ത് സുവിശേഷം പറയും? അവരുടെ സുവിശേഷം പറയുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മളിവിടെ പറയും എങ്ങനെയെങ്കിലും സുവിശേഷം. അപ്പം നമ്മളിങ്ങനെ അപേക്ഷിക്കുന്നതല്ല സുവിശേഷം. സുവിശേഷത്തിന് ശക്തിയോടെ അറിയിക്കണം. സുവിശേഷം റിക്വസ്റ്റ് അല്ല. യേശു പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് നോക്കിക്കേ, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് ആണ്. യേശു ക്രൂശിൽ എന്താണോ ചെയ്തിരിക്കുന്നത് മനുഷ്യന് വേണ്ടി, അതവനെ അറിയിക്കണം, അതവനോട് പറയണം. യേശു നിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, നിൻ്റെ ശാപത്തിന് വേണ്ടി മരിച്ചു. എന്നിട്ട് ബൈബിൾ പറയുന്നു, അടുത്ത വാക്ക് നോക്കിയേ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. നോക്കിയേ, ബദ്ധന്മാരെ വിടുവിക്കുവാനും, അതായത് ബന്ധിതരെ മോചിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ബന്ധിതരെ മോചിപ്പിക്കുവാൻ. നോക്കിക്കേ, കുരുടന്മാർക്ക് കാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞ കുരുടനെന്ന് പറഞ്ഞിരിക്കുന്നത് കാഴ്ചയില്ലാത്തവരെന്നല്ല. അതിൻ്റെ അർത്ഥം ബൈബിളിൽ പറഞ്ഞ ഈ ലോകത്തിൻ്റെ പ്രഭു അവരുടെ കാഴ്ചകളെ അടച്ചിരിക്കുന്നു വെറുതെ എണ്ണത്തിലേക്ക്. സുവിശേഷ നിമിത്തം, അതായത് ആവർത്തന പുസ്തകം 28 പറഞ്ഞിരിക്കുന്നു, കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ തപ്പി നടക്കും. ശാപം നിമിത്തം ഉണ്ടാകുന്ന അവസ്ഥയത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നോക്കിയ പീഡിതനെ അയക്കാനും ദൈവത്തിൻ്റെ പ്രസാദ വർഷം അറിയിക്കാൻ. അപ്പം നിങ്ങളൊരു വീട്ടിൽ പോയി സുവിശേഷം പറയുക എന്നുള്ള ലക്ഷ്യത്തെക്കാളുപരി സുവിശേഷത്തിൻ്റെ സാധ്യതകളെ എന്ത് ചെയ്യണം? ആ ഭവനത്തിൽ തുറക്കണം. ഇപ്പം ഞാൻ പണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിതൊന്ന് സുവിശേഷം ചെയ്യുമ്പം നമുക്കിതിന് ആവശ്യം. ഞാൻ പണ്ട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ശുശ്രൂഷയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടും. എല്ലാവരും ശുശ്രൂഷകരാണ് കേട്ടോ, എല്ലാവരും ശുശ്രൂഷകന്മാരാണ്. എങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് ലീഡർമാരെ ആക്കി വെച്ചിട്ടുണ്ട്. അത് അവരെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പദവിയാണ്. ഞാൻ പത്തനംതിട്ടയിലൊക്കെ പണ്ട് ഇങ്ങനെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം സുവിശേഷം അറിയിക്കുകയും അവിടെ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഈ കാര്യം പ്രഖ്യാപിക്കുക. അവിടെ ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത് സുവിശേഷം നോട്ടീസ് കൊടുത്തിട്ട് യേശു ജീവിക്കുന്നു പറയാൻ വേണ്ടിയല്ല, ബന്ധിതരെ മോചിപ്പിക്കാനാണ്. സുവിശേഷം എന്ന് പറയുന്നത് ബന്ധനത്തിൽ നിന്നൊരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന. അപ്പം ഞാൻ ആ ഭവനത്തിൽ പോയി യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയും അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവേ, അങ്ങ് ഈ കുടുംബത്തിൽ ഞങ്ങളെ അയച്ചതാണ്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ വ്യക്തികളുടെ പേരുകളും അവരുടെ വിഷയങ്ങളും ദൈവാത്മ വെളിപ്പെടുത്തി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമെന്ന് ഓർത്തോണേ, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക, ഒരു പരിചയമില്ല. അപ്പോൾ അവരായിരിക്കുന്ന വിഷയങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ അമ്മച്ചി പറയുന്നു ചായ കുടിച്ചിട്ട് പോകാം, വെള്ളം കുടിച്ചിട്ട് പോകാം, പ്രാർത്ഥിച്ചിട്ട് ഭയങ്കര ബഹളം. അവർ വിശ്വാസികളേ അല്ല. കണ്ടോ? അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലൂക്കോസ്, നിങ്ങൾ ഏത് പട്ടണത്തിൽ ചെന്നാലും അവിടെ താമസിക്കണം. അപ്പോൾ ഒരാൾ വെറുതെ താമസിപ്പിക്കത്തില്ല. അവിടെയുള്ള വ്യക്തിയുടെ ബന്ധനങ്ങളെ അഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭവനത്തിലൊരു ഡോറുകൾ തുറക്കുകയാണ്. ആമേൻ. അപ്പോൾ നിങ്ങളൊരു വ്യക്തി, ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങളുടെ മേലെ എന്തുണ്ട്? ഇപ്പോൾ ഇത്രയും പറഞ്ഞു വെച്ചാൽ എന്തുണ്ട് നിങ്ങളുടെ മേലെ? എന്തുണ്ട് നിങ്ങളുടെ മേലെ? എന്തുണ്ട്? അഭിഷേകം. ആമേൻ. ഇത് നോക്കിക്കോണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ 100-400 മേളിൽ ആൾക്കാർ, പിന്നെ ലൈവിലും ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം അഭിഷേകമാണ്. ഞാനെന്ന വ്യക്തിയുടെ മേൽ ദൈവം അഭിഷേകം ഇട്ടതുകൊണ്ടാണ്. ഈ അഭിഷേകത്തിനെ ആകർഷിക്കാൻ പറ്റും. അപ്പം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നിങ്ങളെ കൂട്ടാൻ വേണ്ടി നോക്കുക. സൗരി വാ, പ്രാർത്ഥനയ്ക്ക് വാ, അത് കിട്ടും ഇത് കിട്ടും. ഞാൻ ഇന്നേ വരെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ വാ വലിയ സംഭവം നടക്കാൻ വേണ്ടി പോകും, ഇന്നേ വരെ പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ, ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കുവാൻ തുടങ്ങിയാൽ
യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത നോക്കി, യേശു എവിടെയുണ്ടോ അവിടെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. നമുക്കറിയാം, കർത്താവ് ഒരു ഭവനത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് ആ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ അതിനകത്തോട്ട് കയറാൻ വരുക, ഇടയില്ല, തിക്കും തിരക്കുക. കാരണം അവർക്ക് മനസ്സിലായി ഈ വ്യക്തിക്കകത്ത് എന്തോ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ വ്യക്തിയുടെ അടുക്ക വന്നാൽ ഞങ്ങളുടെ വിഷയങ്ങൾ മാറും. അപ്പോൾ യേശുവെ, എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ തിക്കി തിരക്കി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? യേശുവിൻ്റെ അടുക്കിലേക്ക് ആൾക്കാർ വരാൻ കാരണം എന്നാന്ന് പറയാൻ പറ്റുമോ? യേശുവിന്റെ അടുത്ത് സൗഖ്യമുണ്ട്, സൗഖ്യവും അഭിഷേകം. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുണ്ട്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാരെ വിടുവിക്കുവാൻ. അപ്പം ഈ അഭിഷേകം ഉള്ളത് കൊണ്ട് ബന്ധിതരെ മോചിപ്പിക്കുവാനുള്ള കഴിവ് യേശു ക്രിസ്തു വെളിപ്പെടുത്തുക. അപ്പം ഇതുള്ളത് കൊണ്ട് ആളുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞൊരു പഠിപ്പീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കണം, നല്ല കാര്യമാണ്. സുവിശേഷം അറിയിക്കണം, സുവിശേഷം അറിയിക്കണം, സുവിശേഷം അറിയിക്കണം. ഞാൻ പറയുന്നു, സുവിശേഷം അറിയിക്കണം, ബന്ധിതരെ മോചിപ്പിക്കണം, പീഡിതനെ വിടുവിച്ചയക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കർത്താവിൻ്റെ പ്രസാദവർഷം അറിയിക്കണം. ഇതെല്ലാം ഒരുമിച്ചാണ്, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. സുവിശേഷം നിങ്ങൾ എവിടെ പറയുന്നുണ്ടോ അവിടെ നിർബന്ധമായും രോഗികളെ സൗഖ്യമാക്കണം. സുവിശേഷം എവിടെ പറയുന്നുണ്ടോ അവിടെ നിങ്ങൾ പ്രവചിക്കണം. സുവിശേഷം എവിടെ പറയുന്നുണ്ടോ അവിടെ പീഡിതരെ വിടുവിച്ചയക്കണം. അപ്പോൾ ബ്രദറെ, സുവിശേഷം പറയാൻ എളുപ്പമല്ലേ? നിങ്ങൾ പറ, സുവിശേഷം പറയാൻ എളുപ്പമാണോ? എളുപ്പമാണ്. സുവിശേഷം പറയാൻ ഏതൊരു വ്യക്തിക്ക് എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ടോ? ഇപ്പോൾ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഉണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്തയുണ്ട്, സുവിശേഷം യേശു ജീവിക്കുന്നു, നമുക്ക് പറയാൻ ഭയങ്കര ധൈര്യം എടുക്കുക. എന്നാൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അയ്യോ ബ്രദറെ, അതിനുള്ള കൃപ എനിക്കില്ല. എന്നാൽ ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് ആ ബന്ധിതനെ മോചിപ്പിക്കാൻ പറഞ്ഞാൽ, അയ്യോ അതിന് ആ കൃപയാണ് ഞങ്ങൾക്കില്ല. അതന്നെ ആ കൃപയില്ലാത്തത്. സുവിശേഷം പറയണമെങ്കിൽ അപ്പോൾ ഏത് കൃപയാണ് വേണ്ടത്? എല്ലാത്തിനും പ്രത്യേകം കൃപയുണ്ടോ? ഇല്ല, ഒറ്റ കൃപയേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്, അഭിഷേകം. ഈ ഒറ്റ കൃപ ലഭിച്ചാൽ എല്ലാം കിട്ടും. ഇതെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞാനൊരു വാക്യം എടുക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. നിങ്ങൾക്ക് ഒന്നിനും ഒരു കൃപാവരത്തിനും കുറവില്ല. അപ്പോൾ പൗലോസ്, നമുക്കറിയാം, ഈ കൊരിന്ത്യ സഭ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുഴപ്പം പിടിച്ചൊരു സഭ വേറെയില്ല. ഇതുപോലെ പ്രശ്നത്തിൻ്റെ അകത്തിരിക്കുന്ന ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത, അതൊക്കെ ക്രിസ്തുവേശു നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കാത്തിരിക്കുന്നു. ഇപ്പോൾ കൊരിന്ത്യ സഭക്കാർ പ്രത്യേകത ഉണ്ടോ? നിങ്ങൾ ആ സഭയ്ക്കകത്തോടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും കൃപാവരം ഉപയോഗിക്കുവർ. അവരുടെ കുഴപ്പം നിഗളമായിരുന്നു. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ തന്നിൽ ആരാണ് വലിയവെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ കീഴ്പ്പെടണം. ഞാൻ ആദ്യം നമ്മുടെ ശുശ്രൂഷ മീറ്റിംഗ് തുടങ്ങിയപ്പോഴേക്കും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കീഴ്പ്പെടുന്നൊരു മനോഭാവം വേണം. എനിക്കറിയാവുന്ന ഒത്തിരി ദൈവദാസന്മാർ, സഹോദരങ്ങൾ, ശുശ്രൂഷകർ, അവർ വീഴ്ചയിലേക്ക് പോകാനൊരു പ്രധാന മെയിൻ കാരണം കീഴ്പ്പെടത്തില്ല, നിഗളം കയറും. നമ്മൾ എപ്പോഴും ഓർത്തോണം, ക്രിസ്തുവിൽ നിങ്ങൾ ഓരോ പടി വളരും തോറും നിങ്ങൾ താഴ്മ ധരിക്കുന്നവരാകണം. അത് വളരെ മർമ്മമാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയും, ഒരു കൃപാവരത്തിനും കുറവില്ല. പക്ഷേ ഇവരുടെ കുഴപ്പം, ഇവർ പൗലോസിൻ്റെയും അപ്പൊല്ലോസിൻ്റെയും ഒക്കെ പക്ഷം ചേരുന്ന ആൾക്കാരാണ്. ഇവർ ക്രിസ്തുവിനേക്കാൾ വലിയ വലിയ ടീമുകളെയാണ് അവർ നോക്കുന്നത്. ഇനി നോക്കിക്കേ, അപ്പോൾ ഇവിടെ പറയുന്നു ഒരു കൃപാവരത്തിനും കുറവില്ല. അതിനർത്ഥം അപ്പോസ്തലന്മാരുടെ പഠിപ്പീര് അതായിരുന്നു. സുവിശേഷം എവിടെ അറിയിക്കുന്നുണ്ടോ
ഒരു കാര്യം ഉറപ്പിച്ചോണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങളുടെ അകത്തിരുന്ന് ഒരു മനസ്സിലാക്കലുണ്ടാകണം, എൻ്റെ അകത്ത് അഭിഷേകമുണ്ട്. ഇനി ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ അടുക്കിലേക്ക് ആളുകൾ പ്രശ്നങ്ങൾ പറഞ്ഞു, പ്രശ്നക്കാരുമൊക്കെ വരുന്നതും ബന്ധപ്പെടുന്നതിൻ്റെ കാരണം അവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും വിശ്വാസികൾ പറയും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം ഓരോ വിഷയം പറഞ്ഞു വരുന്നത്, എന്നാ ചെയ്യാനാ, ഭയങ്കര പരാതിയൊക്കെയാണ് വരുന്നത്. ഈ പ്രശ്നക്കാരെല്ലാം നമ്മളിലേക്ക് വരാൻ കാരണം നിങ്ങളുടെ അകത്ത് അഭിഷേകമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അവരോട് പറയും, കർത്താവ് സഹായിക്കും, കർത്താവ് നിങ്ങളെ അത്ഭുതം ചെയ്യും. എൻ്റെ പ്രിയരെ, അങ്ങനെ പറയാൻ യേശു പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബന്ധിതരെ മോചിപ്പിക്കണം. കർത്താവ് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല, നിങ്ങൾ അവരുടെ ബന്ധനങ്ങളെ അഴിക്കണം. അതിനാണ് ദൈവം അഭിഷേകം. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുക, സുവിശേഷം പറയുക, ബ്രദറെ എനിക്ക് രോഗമാണ്, അപ്പോൾ ഞാൻ പറയുക ഒരു കർത്താവ് നിങ്ങളെ സഹായിച്ചോളും. അല്ല, എൻ്റെ ഡ്യൂട്ടി എന്തോ, യേശുവിൻ്റെ നാമത്തിനോട് പറയുകയാണ്, ആ രോഗം യേശു വഹിച്ചിരിക്കുന്നു, ആ രോഗം നിങ്ങൾ ചുമക്കേണ്ട ആവശ്യമില്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കാര്യം ദൈവം നമുക്ക് അഭിഷേകം തന്നത് അഭിഷേകത്തെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞു തരാം. ദാവീദ് രാജാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വന്നു. അഭിഷേകം വന്ന ഉടനെ ദാവീദ് രാജാവായില്ല. പല ആൾക്കാർ ഇന്ന് ഒരാൾ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ യൂട്യൂബിൽ മെസ്സേജ് ഇട്ടു, ഒരു കളിയാക്കി ഇട്ടു, ദാവീദ് ആദ്യമൊന്നും രാജാവായില്ല, ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയാത്തതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ദാവീദിൻ്റെ മേൽ ദൈവം അഭിഷേകം ചെയ്തത് തന്നെ ഇസ്രായേലിൻ്റെ രാജാവാകാൻ വേണ്ടി തന്നെ, അല്ലാതെ 2-3 അഭിഷേകമൊന്നുമില്ല. ഒറ്റ അഭിഷേകമേ ഉള്ളൂ, ദൈവം രാജകീയ അഭിഷേകം. പക്ഷേ രാജാവായില്ല. അഭിഷേകം വീണ ഉടനെ ദാവീദ് പിറ്റേ ദിവസം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കാട്ടിൽ പോയി ആടിനെ തീറ്റിക്കാൻ വേണ്ടി പോയി. പക്ഷെ ഒരു വ്യത്യാസം, എല്ലാ പ്രാവശ്യവും ആടുകളെ തീറ്റിക്കാൻ വേണ്ടി പോകുമ്പോൾ സിംഹവും കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഓടി രക്ഷപ്പെടും പ്രാണഭയത്താൽ. ഈ പ്രാവശ്യം ദാവീദിന് മനസ്സിലായി, എൻ്റെ മേൽ അഭിഷേകമുണ്ട്. കണ്ടോ? ശ്രദ്ധിച്ചോണേ, ഇവിടെയാണ് വ്യത്യാസം. ഇന്നലകളിൽ ദാവീദ് ഓടി, ഇന്ന് ദാവീദ്, ഞാനെന്തിനാ ഓടുന്നത്? ഇദ്ദേഹം തൻ്റെ ആടിനെ കടിച്ചുകൊണ്ട് പോയ സിംഹത്തിൻ്റെ പുറകെ പോയി അതിനെ എന്ത് ചെയ്തു? ആടിനെ കരടിയുടെ കയ്യിൽ നിന്നും തൻ്റെ ആടുകളെ വിടുവിച്ചു, അതിനെ പിളർത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ഒരു സാധാരണ മനുഷ്യനേക്കാൾ വ്യത്യസ്തമായ എബിലിറ്റികൾ നിങ്ങൾക്കുണ്ട്. ശുശ്രൂഷയുടെ പല തലങ്ങളുണ്ട്, നമ്മളിതെല്ലാം ഇതിൻ്റെ അകത്ത് എടുക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട് ബന്ധിതരെ, എവിടെ ബന്ധിതരുണ്ടോ അവരെയൊക്കെ, ഭൂലോകം മുഴുവൻ ബന്ധിതരാ, ഇവരെയൊക്കെ മോചിപ്പിക്കാൻ യേശു എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. കണ്ടോണേ, ഏതെങ്കിലും ഒരു സഭയ്ക്കകത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ പോരുന്നതുകൊണ്ട് രക്തം ജയം പറയാൻ വേണ്ടിയല്ല, പകരം യേശുവിൻ്റെ രക്തത്താലുള്ള ജയം ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. പുറത്തിറങ്ങണം. ഇനി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള നിങ്ങളുടെ കൃപാവരങ്ങളെ നിങ്ങൾ എക്സസൈസ് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദർശനങ്ങളുടെ കലവറയായിട്ട് മാറും. നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ അത്ഭുതകരമായ പ്രവൃത്തികളിൽ. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഞാനത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പത്രോസ് ലീഗ അവിടുത്തെ മീൻപിടുത്തക്കാരൻ അല്ലേ? നമുക്ക് പത്രോസ് ലീഗയെ പറ്റി ഇൻ്റർവ്യൂ ചെയ്താൽ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ചൂര ഏതാ, മത്തി ഏതാ, അയല ഏതാന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഏത് മീനും പുള്ളി കാണാപാടവാ. പക്ഷേ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് കൊട്ടാരത്തിലോ ഏതെങ്കിലും ശതാധിപന്മാരുടെ ഭവനത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ ചെന്ന് ഇദ്ദേഹത്തിന് നന്നായി സംസാരിക്കാനുള്ള ഒരു കഴിവ് കാണത്തില്ല. കാരണം ബൈബിൾ തന്നെ പറയുന്നവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരും എന്ന് കണ്ട് അവർ അതിശയിച്ചു എന്ന് പറഞ്ഞത്. അപ്പം അവിടെ പത്രോസ് ലീഗ ചെന്നിട്ട് രാജാവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയാം, യേശുവിനെ അറിയണം. അതേ, നീ ആരാ എന്നോട് പറയാൻ? ഞാൻ രാജാവാണ്, നീ ഒരു സാധാരണക്കാരനാണ്, മീൻ വിൽക്കുന്ന മനുഷ്യനാണ്, ഞാനൊരു രാജാവാണ്. പക്ഷേ രാജാക്കന്മാരും ശതാധിപന്മാരും, നമുക്കറിയാം, ഒരു ശതാധിപൻ പത്രോസ് ലീഗയുടെ കാലേ വീണിട്ട് പറയുകയാണ്. പത്രോസ് ലീഗ പറയാം, ഞാനൊരു സാധാരണ മനുഷ്യനാ. ശതാധിപൻ പറയാം, എൻ്റെ പൊന്നു സഹോദര, ആരാ പറഞ്ഞ സാധാരണ മനുഷ്യനാന്ന്? നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു വന്നത് ദൂതനാണ്. ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുവാണ്, തോൽക്കൊല്ലക്കാരനായ ശീമോൻ്റെ വീട്ടിൽ പത്രോസ് എന്ന് വേറുള്ള ശീമോൻ ഇരിപ്പുണ്ട്. ആരാ പറഞ്ഞു തന്നത്? ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയാം, അവനെ വിളിക്കും, നിൻ്റെ വീട് രക്ഷപ്പെടാൻ വേണ്ടി പോവാ, നീ അവനെ വിളിച്ച് സുവിശേഷം കേൾക്ക്. കണ്ടോ, ദൂതന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. നിസാരക്കാരനാണോ? അല്ല. അപ്പോൾ അവരെ വ്യത്യസ്തരാക്കിയത് അവരുടെ കഴിവല്ല, അഭിഷേകമാണ്. നിങ്ങളുടെ അകത്ത് അഭിഷേകമുണ്ട്, നിങ്ങൾ അഭിഷേകത്തെ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോകുന്ന കല്യാണ വീടായിക്കോട്ടെ, മരണ വീടായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും.
അങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത്. സുവിശേഷം നമ്മൾ അറിയിക്കേണ്ടത് ശക്തിയോടെയാണ്. എപ്പോഴും ഓർത്തോണം, ഞാൻ യേശുവിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അവിടെ ബന്ധനങ്ങൾ അഴിക്കും, അവിടെ രോഗികൾ സൗഖ്യമാകും, അവിടെ ഭൂതങ്ങൾ വിട്ടുപോകും, അവിടെ പീഡിതൻ വിടുവിക്കപ്പെടും, അവിടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് സുവിശേഷം. ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന സുവിശേഷം. അല്ലാതെ പ്രസംഗിക്കുന്നത് വേറെ, രോഗസൗഖ്യം വേറെ, പ്രവചനം വേറെ, കൃപാവരം വേറെ, ഇതല്ല. ഇതെല്ലാം ഒന്നാണ്. ഒരു മൊബൈൽ ഫോൺ മേടിച്ചാൽ സെപ്പറേറ്റ് വാട്സാപ്പിന് വേണ്ടി വേറെ ഫോൺ മേടിക്കണ്ട, യൂട്യൂബ് ഉപയോഗിക്കാൻ വേണ്ടി വേറെ ഫോൺ മേടിക്കണ്ട, ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വേറെ ഫോൺ മേടിക്കണ്ട. ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ചേരുന്നതിൻ്റെ പേരാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് സ്മാർട്ട് ഫോണല്ല, നോർമൽ ഫോണാണ്. നമ്മുടെ നോർമൽ ഫോണും സ്മാർട്ട് ഫോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത്രയും ഫങ്ഷനുകളെല്ലാം ഉള്ളതിനെയാണ് സ്മാർട്ട് ഫോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അഭിഷേകം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ചേർന്നതാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. പരസ്പരം നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അല്പനേരം ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആ ശുശ്രൂഷയുടെ ഒരഭിഷേകത്തിൽ നിറയപ്പെടാൻ വേണ്ടി പോകും. ഇനി ശ്രദ്ധിച്ചോണേ, അഭിഷേകത്തെ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? അഭിഷേകം വർദ്ധിക്കുന്നത്, ഇനി കേട്ടോണം, എങ്ങനെയാണ് അഭിഷേകം വർദ്ധിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അഭിഷേകത്തെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിറയുക. ഇനി എങ്ങനെയാണ് നിറയുന്നതും കൂടെ പറഞ്ഞിട്ട് ഞാനത് അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി നോക്കിയാണ്, പലരും ചോദിക്കും, ബ്രദർ എങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ ഈ നിറവിലേക്ക് എനിക്ക് വരാൻ പറ്റുന്നത്? ഇനി ഈ വാക്ക് കണ്ടോണേ, ഈ അഭിഷേകത്തിൻ്റെ ഉറവിടം എവിടുന്നാണ്? ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, അഭിഷേകത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ആരാ അഭിഷേകം തരുന്നത്? പരിശുദ്ധാത്മാവ് ആരുടെ ആത്മാവാ? ദൈവത്തിന്റെ അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നും നിങ്ങളുടെ മേലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നിരിക്കുന്നു. യേശു പറഞ്ഞു, എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ഈ ശക്തി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ദൈവവുമായിട്ടാണ്. ഇനി കേട്ടോണേ, എൻ്റെ ശത്രുക്കളെ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ ആലയത്തെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഈ എണ്ണയുടെ പ്രത്യേകത കണ്ടോണേ. ഈ എണ്ണയുടെ പ്രത്യേകത, നമുക്കറിയാം, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ഇനി നിങ്ങൾ കേട്ടോണേ, ഒരു പാത്രം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുക. ഓർത്തോണേ, ഒരു പാത്രം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? നിറഞ്ഞിട്ട് കവിയണമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു ബക്കറ്റിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുക, അതായത് നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ബക്കറ്റിൽ, ഇങ്ങനെ പറയാം, ബക്കറ്റിന് വെള്ളം നിറഞ്ഞു ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പോഴും ടാപ്പ് അടച്ചിട്ടില്ല. ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നത് കൊണ്ട് ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ ഉപയോഗിക്കും തോറും ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. കണ്ടോ? ഇപ്പം നിറഞ്ഞിരിക്കുക. നിങ്ങളത് ഉപയോഗിക്കും തോറും ഓവർഫ്ലോ വരും. ഇതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു, അവിടെ യെശയ്യാ പ്രവാചകൻ എലിയാ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ആ വിധവയോട് പറയുകയാണ്, നിൻ്റെ പാത്രം തീർന്നോ എന്ന് പറഞ്ഞപ്പോൾ നിന്നുപോയി. അതുവരെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇവർ മടുത്തു. 5 പാത്രം, 10 പാത്രം, 40 പാത്രം, 50 പാത്രം, എണ്ണ ദൈവം തീരുന്നില്ല. ഇതിങ്ങനെ എണ്ണ വന്നുകൊണ്ടേ ഇരിക്കുക. പകർത്തും തോറും നിൽക്കുന്നില്ല. ഇതിങ്ങനെ നിറഞ്ഞ് പൊക്കോണ്ടിരിക്കുക. ഇതാണ് അഭിഷേകം. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അഭിഷേകം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചോണേ, ഉപയോഗിക്കും തോറും അഭിഷേകം വർദ്ധിക്കും. എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം അഭിഷേകം വർദ്ധിക്കും. എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നു അത്രത്തോളം അഭിഷേകം കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് എൻ്റെ മർമ്മം. വചനം പറയുമ്പോൾ അഭിഷേകം വർദ്ധിക്കും, പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം വർദ്ധിക്കും. ഈ അഭിഷേകത്തെ ഉപയോഗിക്കുമ്പോൾ, ദാവീദ് അഭിഷേകത്തെ കാട്ടിപ്പോയി സിംഹത്തെ കാട്ടിനെ പിടിച്ച ഉടനെ എന്ത് ചെയ്തില്ല? തൻ്റെ അഭിഷേകം ചോർന്നു പോയില്ല. താൻ അടുത്ത ഗോലിയാത്തിനെ പിടിക്കാനുള്ള ശക്തിയിലേക്ക് താൻ കയറി വരിക. തൻ്റെ അഭിഷേകം വർദ്ധിക്കുക. തനിക്ക് എത്ര യുദ്ധം വന്നാലും തൻ്റെ അഭിഷേകം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അഭിഷേകം ഒരിക്കലും കുറയത്തില്ല, അഭിഷേകം വർദ്ധിക്കത്തേ ഉള്ളൂ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്കിന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഉപയോഗിക്കണം. യേശുവേ നന്ദി കർത്താവേ.
ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ, ഇന്നല്ലാതെ നിങ്ങൾക്ക് ഈ സമയത്ത് ദർശനങ്ങളെ പരിശുദ്ധാത്മാവ് തരുക, കൃപാവരങ്ങളെ 9 കൃപാവരങ്ങളെ പറ്റി വരും ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. 9 കൃപാവരങ്ങൾ എങ്ങനെയാണ് 9 കൃപാവരങ്ങൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ അകത്ത് ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്ത് ആ സ്വർഗത്തിലെ ദർശനങ്ങളെ കാണാനുള്ള കഴിവുണ്ട്, പ്രവചിക്കുവാനുള്ള കഴിവുണ്ട്. ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുണ്ടോ, ദൈവം എന്താണ് വെച്ചിരിക്കുന്നത്, അതിനെ കാണുവാനുള്ള കഴിവ് നിങ്ങളുടെ അകത്തുണ്ട്. ഇതിനെ മറയ്ക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ചിന്തകളാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തെ ഉപയോഗിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? എക്സസൈസുകൾ ആവശ്യമാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ വ്യക്തിപരമായിട്ട് പരസ്പരം യേശുവിൻ്റെ നാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ഒരാളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അന്യഭാഷ വരം ഇല്ലാത്തവരെന്ന് പ്രാർത്ഥിച്ചു. അന്യഭാഷ വരങ്ങൾ നിങ്ങളുടെ നാവിന്റെ മേൽ നിറയാൻ വേണ്ടി പോകുന്നു. ശുശ്രൂഷയുണ്ട്, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി. അഭിഷേകമുള്ള വ്യക്തിക്ക് സുവിശേഷം പറയാൻ പറ്റും. അഭിഷേകം ഉണ്ട്, യേശുവിന്റെ കർത്താവ് എന്ന് വിശ്വസിച്ചാൽ അഭിഷേകമുണ്ട്. സുവിശേഷം എന്ന് പറയുന്നത് യേശു കാൽവരി ക്രൂശിൽ എന്തു ചെയ്തു അതിനെ ലോകത്തിൽ വെളിപ്പെടുത്തുന്നതാണ്. യേശു കാൽവരി ക്രൂശിൽ ഇന്ന് പാപമോചനം കൊടുത്തെങ്കിൽ ലോകത്തിൽ പാപത്തിൽ കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. ആ പാപനിമിത്തം വന്ന രോഗശാപ ബന്ധന കഷ്ടതകളെ വിടുവിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളാണ്. നിങ്ങൾ ദൈവത്തിന്റെ അംബാസിഡേഴ്സ് ആണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ദർശനങ്ങളുടെ കലവറ തുറന്നു വരുന്നല്ലോ. ഇപ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിൽ നിറയുന്നല്ലോ. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും ഇന്ന് പ്രവചിക്കും. നിന്റെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. ഓ യേശുവേ, ഇന്ന് പുത്രന്മാരും ദൈവത്തിന്റെ മക്കളെല്ലാം പ്രവചിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആത്മീയ കണ്ണുകൾ ഇന്ന് പ്രകാശിക്കുകയാണ്. ഇന്ന് കർത്താവ് ചില രോഗങ്ങളെ വെളിപ്പെടുത്തുകയാണ്, ചില വേദനയുള്ള ഭാഗങ്ങളെ വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ച് ഇതിനുശേഷം ഞാൻ ചോദിക്കും, ആരും ഭയപ്പെടരുത്, നിങ്ങൾ ടെൻഷൻ ആകുകയേ ചെയ്യരുത്. നിങ്ങളുടെ അകത്തുള്ളതിനെയാണ് ഇന്ന് വചനത്തിൽ പറയുന്നത്. നിങ്ങൾ ശുശ്രൂഷകരാണ്. ഇന്ന് ഇതിന്റെ അകത്ത് കൂടിയിരിക്കുന്ന, ലൈഫിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളെ സഭയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോകുന്നുണ്ട് കട്ടതയും പ്രതികൂലം പറയാൻ വേണ്ടിയല്ല, സകല കഷ്ടങ്ങളെയും ജയിക്കുവാൻ ഒരു അഭിഷേകം തന്നിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സാക്ഷിയാണ്. ആ സാക്ഷ്യം പുറത്തുള്ള അയൽവക്കത്തും രാജ്യത്തും പട്ടണത്തിലും നിങ്ങൾ അനേകർക്ക് സാക്ഷികളാക്കുന്നവരാ. നിങ്ങൾ യേശുവിന്റെ സാക്ഷികളാണെങ്കിൽ ലോകത്തിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, നന്ദി യേശുവേ, പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ ഇന്ന് വെളിപ്പെടുത്തും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങൾക്ക് പല രീതിയിൽ കർത്താവ് വെളിപ്പെടുത്തും. ചിലപ്പോൾ വ്യക്തികളുടെ വിഷയങ്ങളായിരിക്കാം, പേരുകളായിരിക്കാം, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവർ കടന്നു പോകുന്ന വിഷയങ്ങളോ അവരുടെ സാഹചര്യങ്ങളോ, അവരെവിടെയാണോ ബ്ലോക്കായി നിൽക്കുന്നത് അതിനെ ആത്മമണ്ഡലത്തിൽ പോയി അതിനെ വെട്ടിമാറ്റുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ആത്മാവിൽ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട്. പലപ്പോഴും നമ്മൾ പ്രവചന ശുശ്രൂഷ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നവരല്ലേ. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു ചെന്ന് ആ വ്യക്തി ഏത് കാലഘട്ടത്തിലാണോ ആ വ്യക്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ആ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ആ കാലഘട്ടത്തിൻ്റെ അകത്ത് ചെന്ന് ഒരു പ്രവാചക അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും.
അതിനെ മാറ്റുവാൻ പറ്റും. ബൈബിൾ പറയുന്ന അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രവചനാത്മാവുള്ള വ്യക്തിക്ക് കാലഘട്ടങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയും, മുമ്പോട്ടും പുറകോട്ടും സഞ്ചരിക്കുവാൻ കഴിയും. ആ വ്യക്തി ഏത് കാലഘട്ടത്തിൽ ബന്ധിക്കപ്പെട്ടോ, ഞാൻ പറഞ്ഞില്ലേ, ആരാം സൈന്യത്തിന് എവിടെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്, അതിനെ ആ ശയനഗ്രഹത്തിൽ രാജാവ് സംസാരിക്കുന്ന സീക്രട്ടുകളെ അതിനെ മുൻകൂട്ടി കേട്ട് മനസ്സിലാക്കി ഇസ്രായേലിനെ രക്ഷിക്കുവാൻ പ്രവാചകന് കഴിഞ്ഞുവെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയുവാനുള്ള ദൈവത്തിൻ്റെ കൃപ ലോകത്തിൽ വെളിപ്പെടുത്താനുള്ളവരാണ്. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് ഇത്രയും ആളുകൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവർക്ക് വേണ്ടി എല്ലാം പരസ്പരം അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ലൈവിൽ യൂട്യൂബിൽ ജോയിൻ ചെയ്തവർ, അവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് അവിടെ സാധ്യമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണെങ്കിൽ പങ്കുചേരുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ. ഇന്ന് ഇതിൻ്റെ അകത്ത് കർത്താവ് ചില വ്യക്തികളുടെ കാര്യങ്ങളെ വെളിപ്പെടുത്തും. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഈ പേരുകൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിഷയം നമുക്ക് പറയാനുള്ള സമയപരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യ ചുവടുകൾ ആ വ്യക്തിയുടെ കാര്യങ്ങളെ, അവരുടെ വിഷയങ്ങളെ, ആത്മീയ മനുഷ്യൻ നമുക്ക് വേർഡ് ഓഫ് വിസ്ഡം, ആത്മാവിലുള്ള ആദ്യത്തെ കൃപാവരം, ജ്ഞാനത്തിൻ്റെ വചനം. 2 പരിജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനത്തിൻ്റെ വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അറിയുവാനുള്ള കൃപാവരമാണ് വേർഡ് ഓഫ് വിസ്ഡം. സുവിശേഷവുമായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പം ആ വ്യക്തിക്ക് ഒരു മുൻപരിചയവുമില്ല, നിങ്ങളെ അറിയത്തുപോലുമില്ല. പക്ഷേ ആ വ്യക്തിയുടെ ഭവനം, ആ വ്യക്തിയുടെ അകത്ത് ആരൊക്കെയുണ്ട്, ആ കുടുംബത്തിൽ എന്തൊക്കെയുണ്ട്, അത് മുഴുവനും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കൃപാവരം. ആ വ്യക്തിയോട് സംസാരിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കൃപാവരമാണ് വേർഡ് ഓഫ് വിസ്ഡം. അതേപോലെ തന്നെ വേർഡ് ഓഫ് നോളജും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രവചനം വേറെയാണ്, ഞാനത് ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശുശ്രൂഷയിൽ മീറ്റിംഗ് വരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ കൃപാവരങ്ങളിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്കൊരു വ്യക്തി ആയിരിക്കുന്ന രോഗങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. എന്തിനാണെന്നറിയാവോ? ആ രോഗിയെ സൗഖ്യമാക്കുവാൻ വേണ്ടി. ഇതാണ് സുവിശേഷം. ഒരു വ്യക്തിയുടെ ബന്ധനങ്ങളെ അഴിക്കുന്നതാണ് സുവിശേഷം. പ്രസംഗിക്കുന്നത് മാത്രമല്ല സുവിശേഷം, പ്രസംഗിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഉറപ്പിക്കുന്നതാണ് സുവിശേഷം. എൻ്റെ കൂടെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം എന്താണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് എന്താണോ യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് അയക്കരുത്, ശ്രദ്ധിച്ചോണേ. ഇന്ന് ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള എല്ലാവരും ശുശ്രൂഷകരാണ് ഇവിടെ. നിങ്ങൾക്ക് ഞാൻ പറയും, ഇത് നിങ്ങളിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയാൽ, പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ എങ്ങനെ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ മേൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ പറ്റുമെന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഓ യേശുവേ, ഈ സമയത്ത് രോഗവിവരങ്ങൾ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുക. ആ രോഗിയെ സൗഖ്യമാക്കുവാനുള്ളൊരു കൃപ നിങ്ങളുടെ മേലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് കണ്ണടച്ചേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുതേ. ശുശ്രൂഷയിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കാർ പരസ്പരം ഒന്ന് കണ്ണടച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഇന്നൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആ ശുശ്രൂഷ ഉപയോഗിക്കാൻ വേണ്ടി പോവുക. എങ്ങനെയാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതെന്നുള്ളത് ഇവിടുന്നാണ്, കൂട്ടായ്മയിൽ നിന്നാണ് ആദ്യം പഠിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഒരു മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ? പരിശുദ്ധാത്മാവെ, ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തും. അതെല്ലാം ഒരു പേപ്പറും പേനയും എടുത്ത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പേപ്പറും പേനയായിട്ട് ഇരിക്കണം. എന്നിട്ട് നോട്ട് ചെയ്ത് എന്താണോ വെളിപ്പെടുന്ന പേരുകൾ, എന്താണോ വിഷയം, എന്താണോ നമ്പർ, എന്താണോ കാര്യങ്ങൾ, അതെല്ലാം വേർഡ് ഓഫ് വിസ്ഡവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് പ്രവചനവും വെളിപ്പെടും. എല്ലാ കൃപാവും ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല, എന്തു വായിക്കോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ മേൽ കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളെയും അതെല്ലാം കർത്താവിൻ്റെ ശുശ്രൂഷകളാണപ്പാ. മക്കളെല്ലാം യഹോവയിൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് വചനം പറയുന്നല്ലോപ്പാ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവെ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ ആത്മകണ്ണുകൾ പ്രകാശിച്ചിട്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, അവരുടെ വിളിയും തെരഞ്ഞെടുപ്പിലേക്ക് അവർ യേശുവിൻ്റെ നാമത്തിൽ ജ്വലിക്കട്ടെ.
ഓ ഷാമ റാമ സിയ റാഠെ റീക മസ റാഠെ റിയാന്തരെ അർത്ഥന റീക മനാസി ഏരേന്തിരിയാംശലേ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ ആ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ജ്വലിക്കട്ടെ ഇപ്പോൾ തന്നെ അവർ യേശുവിൻ്റെ നാമത്തിൽ ആഴമായി ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ, അവർ പുറത്തിറങ്ങി ബന്ധിതരെ മോചിപ്പിക്കുവാൻ, പീഡിതനെ വിടിവെച്ചയക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, കർത്താവിൻ്റെ സുവിശേഷം ദൈവരാജ്യം പ്രസംഗിപ്പാൻ, കർത്താവിൻ്റെ ശക്തി അവരിൽ വെളിപ്പെടുവാൻ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ, അവരെ ബ്ലസ് ചെയ്യുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമമഹത്വം, യേശുവിൻ്റെ നാമമഹത്വം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് അവരുടെ രോഗവിവരങ്ങളെ, കർത്താവ് രോഗത്തിന് മേൽ ജയമുണ്ടപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നോക്കിക്കേ, നിങ്ങൾക്ക് കർത്താവ് ഇന്ന് വേദനകളോ രോഗങ്ങളോ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ വെളിപ്പെടുത്തിയവരുണ്ടോ? ഇതിൻ്റെ അകത്ത് വെളിപ്പെടുത്തിയവരുണ്ടോ എന്നല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആമേൻ. ഉള്ളവർക്ക് ഒന്ന് മൈക്ക് മ്യൂട്ട് മാറ്റി ഒന്ന് പറഞ്ഞേ. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ കഴിയത്തില്ല. കാര്യം സുവിശേഷം നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു മടിയും വേണ്ട. ഇവിടെ ഒരു നഷ്ടവും നമുക്കില്ല. ഇവിടെ നമുക്ക് ശരീരത്തിൽ വേദന വേദന ഉള്ളവർക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. ഏതെങ്കിലും രോഗവിവരങ്ങളോ ഏതെങ്കിലും പ്രത്യേക ശരീരഭാഗത്ത് വേദനകളോ വെളിപ്പെട്ടവരുണ്ടോ? എനിക്ക് ഷോൾഡർ പെയിൻ വെളിപ്പെട്ടവരുണ്ട്. ഷോൾഡർ പെയിൻ ഉള്ള ആരാ അവിടെ ഉള്ളത്? ഷോൾഡർ പെയിൻ ഉള്ളവര്, ഞാൻ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഇനി ഷോൾഡർ പെയിൻ ഉണ്ടെന്ന് വെളിപ്പെട്ടവര് ആ ഷോൾഡർ പെയിൻ ഉള്ളവർക്ക് വേണ്ടി ഒന്ന് കൽപ്പിച്ചേ, അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ. ഒരാളൊന്ന് ലീഡ് ചെയ്തേ. എന്തുവാ പറയാൻ വേണ്ടി പോകുന്നത്? ബ്രദറെ, അതിന്റെ കൂടെ ഒരു മാർച്ച് 14 കിട്ടിയിട്ടുണ്ട്. മാർച്ച് 14 ബന്ധപ്പെട്ടത് ആരാന്ന് നോക്കിയതിൻ്റെ അകത്ത്? ഇതിൻ്റെ അകത്ത് മാർച്ച് 14 ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു യമുന എന്നുള്ള ഒരു പേരും അരോജിനി അമ്മ എന്നൊരു പേരൂടെ കിട്ടി. ഒരു മിനിറ്റ് എനിക്കിപ്പോൾ ചോദിക്കാം. ഈ മാർച്ച് 14 ബന്ധപ്പെട്ട ഏത് വ്യക്തിയുടെ കുടുംബമായിട്ടാണോ ആ വ്യക്തി, ഇന്ന് ശ്രദ്ധിച്ചോണേ, ഈ സൂമിലും ഇതേപോലെ യൂട്യൂബിലും ലൈവിലും ഒരേപോലെയാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് അപ്പം നമ്മൾ ഈ സൂമിലിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഇപ്പോൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്, ഇത് മുഴുവൻ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും യൂട്യൂബിൽ കാണുന്ന ആൾക്കാരോട്, അയ്യോ ബ്രദറെ, ഞാൻ യൂട്യൂബിൽ കേട്ടുകൊണ്ടിരുന്നപ്പം ആ വിഷയം എന്നോട് ബന്ധപ്പെട്ട് ഞാനത് കയറി വന്ന് പറഞ്ഞെന്ന് പറയത്തില്ല. അപ്പം ഇവിടെ മാത്രമല്ല ഇരിക്കുന്ന ആൾക്കാരല്ല. ഇപ്പം ഈ മാസം ഈ പറഞ്ഞ പോലെ മാർച്ച് 14 ബന്ധപ്പെട്ട വ്യക്തി ഏത് കുടുംബത്തിലെയാണോ, ഇപ്പോൾ യേശുവിൻ്റെ ഏത് കുടുംബത്തിലെയാണോ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടപെടാൻ വേണ്ടി പോകുന്നത്. ഇനി കേട്ടോണേ, ഇതേപോലെ തന്നെ കർത്താവ് എന്താണോ നിങ്ങൾക്ക് ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത്, അത് നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ആ കമന്റിൽ നിങ്ങൾക്ക് മാർച്ച് 14 എന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേയാ. സിസ്റ്ററുടെ പേരെന്തുവാ? ബെറ്റി. ആ പേര് വെളിപ്പെട്ട ആള് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ആ ബെറ്റിയുടെ ദൈവത്തിൽ കണ്ട ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ഇനി ശ്രദ്ധിച്ചോളെ. ഇതിപ്പോ നമ്മള് ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്തേ. അപ്പം ഒരു കാര്യം ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുമ്പം ഇപ്പം പറഞ്ഞു കേട്ടില്ലേ, സിസ്റ്ററുടെ ജനന ദിവസമാണ്. അപ്പം ആ വ്യക്തിയോട് കർത്താവിനൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ബ്രദർ, എനിക്കൊന്നും വേറൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ വേറൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പം മറ്റ് ചില കാഴ്ചകളും കൂടെ കാണിക്കും. ചിലപ്പോൾ ആ വ്യക്തി ഏതെങ്കിലും ബന്ധനത്തിൻ്റെ അകത്തായിരിക്കാം, ആ വ്യക്തി ഏതെങ്കിലും വിഷയത്തിൻ്റെ അകത്തായിരിക്കാം. അത് കർത്താവ് വെളിപ്പെടുത്തും. ഇപ്പം നിങ്ങൾ നോക്കി, ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയോട് പറഞ്ഞു, ആ കുടുംബത്തോട് പറയുകയാണ് ഇന്ന ദിവസത്തിലൊരു ജനനത്തിലൊരു വ്യക്തിയെ കാണിക്കുന്നു. അത് പലതുമാകാം. ഞാനീ പറഞ്ഞ ഇന്ന രീതിയിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല, പല രീതിയിൽ കർത്താവ് വെളിപ്പെടുത്തും. ഇപ്പോൾ ആ സൗകര്യം പറഞ്ഞു കേട്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ഇനിയിപ്പോൾ ആ വേദന, ഷോൾഡർ പെയിൻ ഉള്ളവർ ഒന്ന് കൈയെടുത്ത് വെച്ച്, ഇനി ആ ഷോൾഡർ പെയിൻ വെളിപ്പെട്ട ഒരാൾ ഒന്ന് ലീഡ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഒന്ന് പറഞ്ഞു കൊടുത്തേ, ഒരാൾ പറഞ്ഞു കൊടുത്തേ. അങ്ങനെയല്ല. എന്താണ് ഈ വ്യക്തിക്ക് യേശുവിനെ പറ്റി അറിയത്തില്ല.
ആ വ്യക്തിക്ക് യേശു ആരാന്ന് അറിയത്തില്ല. ഒന്ന് പറഞ്ഞു കൊടുത്തേ. കർത്താവേ, ആ ഈ രോഗം ഷോൾഡർ വെളിപ്പെട്ട്, ആ പെയിനിന്റെ രോഗം വെളിപ്പെട്ടയാൾ. രോഗങ്ങളെ വഹിച്ചു. യേശു നമ്മുടെ പാവങ്ങളെ ഉറക്കെ പറ. വഹിച്ചു. തന്റെ ശരീരത്തിൽ എന്റെ തോളിന്റെ കാലിലെ വേദന പൂർണ്ണമായി ദൈവം മാറ്റി തരുന്നതിനായി സ്തോത്രം. അങ്ങനെയല്ല, ശ്രദ്ധിച്ചേ, അങ്ങനെയല്ല. അപ്പൊ എങ്ങനെയാ നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ആദ്യം കർത്താവ് എന്താ എങ്ങനെ? ക്രൂശിൽ ഈ വേദന അത് തന്നെ പറ, ഉറക്കെ പറ. പറയുന്ന ആൾ ഉറക്കെ പറ. കർത്താവ് ഈ ക്രൂശിൽ ഈ വേദന, ഈ ഷോൾഡർ പെയിൻ കർത്താവ് അനുഭവിച്ചതാണ്. ഈ വേദന ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല അപ്പാ. യേശുവേ, യേശുവിന്റെ അടിപ്പിണരാൽ അവിടെ സൗഖ്യം വന്നു കഴിഞ്ഞു കർത്താവേ. അപ്പാ, യേശുവിന്റെ അടിപ്പിണരാൽ അവിടെ സൗഖ്യം വന്നു കഴിഞ്ഞപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ അധികാരമുള്ള നാമത്തിൽ എന്റെ രോഗത്തെ അവിടുന്ന് വഹിച്ചു. അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞ് നമ്മുടെ രോഗങ്ങൾക്ക് പാവങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് കാര്യമില്ല. രോഗസൗഖ്യം എന്റെ അവകാശമാണ്. ആരോഗ്യമുള്ളവളാണ്. ഇനി ഞങ്ങളുടെ ശാപത്തിനും എന്റെ ഞങ്ങളുടെ ഏക ദൈവമായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേദന കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ സൗഖ്യം ഞങ്ങളുടെ അവകാശം. ഒരു രോഗത്തിനോ രോഗശക്തിയോ രോഗത്തിനോ ദുരാത്മാവിനോ ഞങ്ങളുടെ ശരീരത്തിൽ ഒരു സ്ഥാനവുമില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വലുതും വഹിച്ചതിനായി സ്തോത്രം. ക്രൂശിലേറ്റ മുറിവിന് ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഞങ്ങൾ രോഗത്തിനോ രോഗശക്തിക്കോ അടിമയല്ല. ദുരാത്മാക്കൾക്കോ രോഗശക്തികൾക്കോ ഇനിയും ഈ ശരീരത്തിന്മേൽ അവകാശമില്ല. സകല രോഗങ്ങളും കർത്താവ് ക്രൂശിൽ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, എന്റെ ആലയമാണ് എന്റെ ശരീരം. സ്ഥിതിക്ക് ഭേദം പറ്റി. സ്നേഹിതന്മാർക്ക് ഞങ്ങൾക്ക് സൗഖ്യം എന്റെ അവകാശമാണ്. ഇനി ആ ഷോൾഡർ പെയിൻ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞവര് ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. ഉണ്ടായിരുന്നു പറഞ്ഞവര്, ഞാനായിരുന്നു പറഞ്ഞത്, ആ ആളെ മനസ്സിലാൻ വേണ്ടി. ഇനി വേദന ഉണ്ടായിരുന്നു പറഞ്ഞവരെന്ന് പറഞ്ഞേ. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? തീർത്തും മാറിയില്ല ബ്രദറെ, കുറവുണ്ട്. കുറവുള്ളവരുടെ നിക്കടെ മാറി വരും. പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? എനിക്ക് കുറവുണ്ട് ബ്രദറെ. അടുത്തയാള്. ഇത്ര നേരം വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. അടുത്തയാള്. ഇത്രയും നേരം വേദനയാണ്, മുഴുവൻ പോയി. പട്ടിലിക്കത്തെ വേദനയില്ല. വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ വേദനയില്ല. ഇല്ല, വേദനയില്ല, പോയി. ഓ, സ്വോത്രം സ്വോത്രം. അടുത്തയാള്. വേദന മാറി. വേദന മാറി. വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ വേദന ഇല്ല. ഇല്ല. കാണുന്നു. സ്വോത്രം. അടുത്തയാള്. എനിക്കുണ്ടായിരുന്നു ഷോൾഡറിന്, എനിക്ക് ശ്വാസം വിടുമ്പോൾ ഷോൾഡർ വേദന, ഇപ്പൊ എനിക്ക് വേദന പോയി. ഓ, എത്ര നാള് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഷോൾഡറിന്റെ? ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച തൊട്ടുള്ള വേദനയായിരുന്നു. ശ്വാസം വിടുമ്പോൾ പോലും വേദനയായിരുന്നു, ഇപ്പൊ വേദന ഇല്ല. ഇല്ല. ഓ, സ്വോത്രം. കർത്താവ് സൗഖ്യമാക്കി. അടുത്തയാള് പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ ഷോൾഡർ പെയിൻ്റെ അകത്ത് മാറ്റം വന്നവര്? ഇല്ല. ഇനി മാറ്റം വന്നവർ, ഇത്ര നേരം വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് മാറ്റമുണ്ട്, അവർക്ക് വേണ്ടി രണ്ടാമത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ആരാ പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടി? കണ്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം നിങ്ങളുടെ അകത്ത് എന്തുണ്ടായിരുന്നു? ഇത്രയും നാളും നിങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ബ്രദർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് സൗഖ്യം നടക്കുന്നത്. പക്ഷെ ബൈബിള് പറഞ്ഞു നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഇതാണ് പഠിപ്പീരെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളിതിനെ ജ്വലിപ്പിക്കുന്നില്ല. അഭിഷേകത്തിൻ്റെ പ്രത്യേകത, ഉപയോഗിക്കും തോറും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും, കുറയത്തില്ല, ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യമുണ്ട്. സൗകര്യം പറഞ്ഞു, ഇപ്പം എനിക്ക് വേദന ഉണ്ടായിരുന്നു, ഇപ്പം ആ വേദന മാറി. ഇപ്പോൾ വേദന കുറച്ച് ദിവസം എനിക്ക് വേദന ഉണ്ടായിരുന്നു, ഇത്ര നാളെ എനിക്ക് വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ആ വേദന ഇല്ല, അത് മാറിയിരിക്കും. എൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തിരിക്കുന്ന രോഗസൗഖ്യത്തിൻ്റെ കൃപാവരം ആ വചനത്തിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ പകർന്നു കൊടുത്തു. അപ്പോൾ എൻ്റെ ചോദ്യം, ഇപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ഇപ്പം നമ്മൾ സൂമിൽ കൂടുന്ന ആൾക്കാരായതുകൊണ്ട് യേശുവിനെ പറ്റി അറിയാം. ഇനി ഒരു ചോദ്യം,
ഈ വ്യക്തി ഇപ്പോൾ സൗഖ്യമായ വ്യക്തികൾ, രോഗമുണ്ടായിരുന്ന വ്യക്തികൾ, സൗഖ്യമായ വ്യക്തികൾ ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ലെന്ന് വരെ, അവർക്ക് യേശുവിനെ അറിയത്തേയില്ല. പക്ഷെ നിങ്ങൾ വഴി വെച്ച് കണ്ടു, സഹോദരി കൈക്ക് വേദനയുണ്ടോ, ഷോൾഡറിന്? സഹോദരി പറയും ഉണ്ട്. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുക, യേശു നിങ്ങളുടെ രോഗത്തെ വഹിച്ചു, ഞാനൊരു വാക്കൊന്ന് പറയട്ടെ, കേൾക്കാൻ പറ്റുമോ? അവർ പറയും കേൾക്കാം. ഓക്കെ, വേദന ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തും കേൾക്കാമല്ലോ. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടനെ ആ വ്യക്തി ഇതുപോലെ പറയും, ഇപ്പോൾ വേദന ഇല്ല, എനിക്ക് അവിടെ സൗഖ്യം നടന്നു. ഇനി ഞാൻ ചോദിച്ചോട്ടെ, സുവിശേഷം പറയാൻ എളുപ്പമാണോ പാടാണോ? പറ. ഇതാണ് സുവിശേഷം പറയുവാൻ കർത്താവ് എനിക്ക് അഭിഷേകം ചെയ്തെന്ന് പറയാൻ കാരണം. ഇനി എളുപ്പമാണ് സുവിശേഷം പറയാൻ. ഇനി ആ വ്യക്തി ബസ് സ്റ്റോപ്പിൽ നിന്ന് കേൾക്കും. കാരണം എന്തുവാ, ആ വ്യക്തി ഇത്രയും നാളും ചുമന്നുകൊണ്ടിരുന്ന വേദന വഴിയിൽ നിന്ന് മാറിപ്പോയി. ഇത് നിങ്ങൾ എവിടെ വിളിച്ചാലും ആ വ്യക്തി വരും. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, സഹോദരി യേശുവിനെ അറിയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കും, നിങ്ങൾ നരകത്തിൽ പോവും. അവർ പറയും, ഞാൻ ഈ വേദന കൊണ്ട് ഇവിടെ നികക്കള്ളില്ലാതെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. കണ്ടോ? അവിടെ നിങ്ങൾ പറയും, ബ്രദറെ അവരൊന്നും കേൾക്കുന്നില്ല. എൻ്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ അഭിഷേകത്തെ ഉപയോഗിക്കുന്നില്ല. സുവിശേഷം എന്ന് പറയുന്നത് അഭിഷേകത്താൽ ചെയ്യുന്നതാണ്. സുവിശേഷം കാണാപ്പാഠം പഠിച്ച് പറയുന്നതല്ല, സുവിശേഷം ശക്തി കൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കുണ്ടത്. യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിക്കുന്നവൻ ലോകത്തിന് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവി, നന്ദി പരിശുദ്ധാത്മാവി, നന്ദി പരിശുദ്ധാത്മാവി. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇതുകൊണ്ടാണ് പ്രയർ സ്റ്റേഷൻ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിയോഗം തന്നതിൻ്റെ കാരണം, ശുശ്രൂഷകരെ ദൈവം എണീപ്പിക്കുമെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ശുശ്രൂഷകരെ നിങ്ങൾക്കറിയാം, നല്ല തിരക്കിൻ്റെ അകത്താണ് ഞാൻ ഓരോ ദിവസവും ദൈവകൃപയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കിൽ, നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും, ജോലി, മറ്റ് ശുശ്രൂഷ എല്ലാം കൊണ്ട് നമ്മൾ തിരക്കില്ല. പക്ഷേ ഇതിൻ്റെ അകത്തു നിന്നും കർത്താവ് നമ്മളെ വീണ്ടും വീണ്ടും ഒരു ബിസി ഷെഡ്യൂളിലോട്ട് കയറ്റുന്നുണ്ടെങ്കിൽ, ലോകത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, എന്തോ വലിയൊരു സംഭവം നടക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് എന്താണെന്നത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്തോ സംഭവം വരുന്ന വർഷങ്ങളിൽ ലോകത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാം. അതിന് ദൈവം വിശ്വാസികളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. ഈ കണ്ട കാര്യങ്ങൾ എനിക്കറിയാം, വലിയ റിസ്ക് എടുത്താണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഓരോ പട്ടണത്തിൻ്റെ അകത്തും ഇത്രയും ആൾക്കാരെ കൂട്ടി ഒരു പ്രാർത്ഥന ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ചിലവുകൾ, ബഡ്ജറ്റുകൾ, ആളുകൾ വരുന്നത്, നിങ്ങൾ ലീവ് എടുക്കുന്നു, ബുദ്ധിമുട്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മളെക്കൊണ്ട് കർത്താവ് ഇതിങ്ങനെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ കാരണം എന്തിനാ? എന്തോ വലിയൊരു ഉണർവിൻ്റെ ശക്തി ദൈവം ലോകത്തിൽ പ്രദർശിപ്പിക്കുക. അതേപോലെ തന്നെ ലോകത്തിൽ വലിയ എന്തോ കഷ്ടം വരാൻ വേണ്ടി പോകുന്നു. ഇവിടെ വിശ്വാസിക്ക് മാത്രമേ അതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തുള്ളൂ, വിശ്വാസിക്ക് മാത്രമേ ലോകത്തെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ എന്നൊരു കാലം വരുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലം വരാൻ വേണ്ടി പോവാ. പ്രിയരെ, ശക്തിപ്പെടണം, ഒരുങ്ങണം. അഭിഷേകത്തെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ പെട്ടുപോകും. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ പട്ടുപോകും. എന്നാൽ നിങ്ങൾ ഇപ്പോഴേ ഉപയോഗിക്കാൻ പഠിച്ചാൽ ഏത് ക്ഷാമകാലത്തും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ കഴുത്തിന് വേദനയുള്ള ആളുകൾ ഇതിനകത്തുണ്ടോ? കഴുത്തിന് വേദനയുള്ളവർ ഉണ്ട് ബ്രദറെ, ഉണ്ട്. എത്ര പേരുണ്ട് കഴുത്തിന് വേദനയുള്ളവർ? കൈയെടുത്ത് വെച്ച്. ഇനി കഴുത്തിന് വേദന വന്നാൽ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പം നിങ്ങൾ ചിന്തിച്ച്, ഇത്രയും കഴുത്തിന് വേദന ഉള്ളക്കാരുണ്ട്. ഇനി ഇവരെല്ലാം യേശുവിനെ അറിയാത്തവരാന്ന് ചിന്തിച്ചോണം. ഇവരാർക്കും യേശുവിനെ അറിയത്തില്ല. നിങ്ങൾക്ക് വെളിപ്പെടുത്തി കഴുത്തിൻ്റെ വേദന. നിങ്ങൾ അവരോട് എങ്ങനെയാണ് ആദ്യം പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്? യേശു കർത്താവ് എന്റെ വേദനകളെ കാൽവരി കുരിശിൽ വഹിച്ചു. എന്ത് വേദന? എന്ത് വേദന? എന്ത് വേദന? തന്റെ ശരീരത്തിൽ വഹിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് രോഗത്തിനോ വേദന. ഒരാളൊന്ന് പറയാൻ പറ്റുമോ? ഒരുമിച്ച് പറയുന്നോണ്ട് വ്യക്തമല്ല. ഒരാളൊന്ന് ലീഡ് ചെയ്തേ. യേശുവിന്റെ ഇന്നലെ നേരത്തെ പറഞ്ഞ ആളല്ലാതെ അടുത്ത ആൾ റീഡ് ചെയ്തേ. യേശു എന്റെ കഴുത്തിന്റെ വേദന ക്രൂശിൽ വഹിച്ചതാണ്. അതുകൊണ്ട് ഇനി ഞാനത് ആ വേദന സഹിക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. അപ്പൊ ഇനി നമ്മൾ കർത്താവായ യേശുവിന്റെ അടിപ്പിണറാൽ എനിക്ക് എന്റെ കഴുത്ത് വേദന സൗഖ്യമായി. ഇനി കഴുത്ത് വേദന ഉള്ളവർ ശ്രദ്ധിച്ച്, കഴുത്ത് വേദന ഉള്ളവർ കൈ എടുത്ത് വെച്ച് ഇനി ഈ അഭിഷേകം കർത്താവിൽ, യേശുവിനെ കർത്താവായി വിശ്വസിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു, പകരാൻ വേണ്ടി പോവുക. ഇന്ന് വചനം നമ്മൾ അയച്ച്, ആ വചനം അയച്ചിട്ട് ഇനി ഒരാൾ, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ പോയി പറയണം. അപ്പോൾ പറയാൻ ഒരാൾ വേണേ. ഇനി ആ വ്യക്തി, കഴുത്തിന് വേദനയുള്ള ആൾക്കാർ ഇപ്പോൾ കൈ എടുത്തുനിന്ന് വെച്ച്
ഏബെലെന്ന് പേരുള്ള ഒരു തലമുറയുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതോടൊപ്പം തന്നെ കേട്ടോണം, ഏബെലെന്ന് പേരുള്ള ആ കുടുംബത്തിൻ്റെ അകത്ത് ഏപ്രിൽ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയെ കർത്താവ് തൊടുന്നു എന്ന് പറയുന്നു. ഏബെലെന്ന് പറയുന്ന ഒരു തലമുറയുള്ള ഒരു കുടുംബത്തിൽ ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ സ്പർശനം വെളിപ്പെടുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ കൂട്ടത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. വലിയൊരു ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തി ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി. പറഞ്ഞു ബ്രദറെ, എന്റെ രണ്ടാമത്തെ മോന്റെ പേര് ഹേബൽ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ജനിച്ചിരിക്കുന്ന ഏപ്രിലാണ്. ഇന്ന് കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു വിടുതൽ ചെയ്യാൻ വേണ്ടി ബ്രദറെ, വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവ് ഡോറുകൾ തുറക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഇന്ന് കർത്താവ് പറയുന്നത് പോലെ ആകാശത്തിൻ്റെ കിളി വാതിൽ തുറന്ന ഒരു ബ്ലെസ്സിങ്ങിനെ തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ നിമിഷം ഇനി കഴുത്തിന് വേദനയാൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് സഹോദരങ്ങളെ, യേശുവിൻ്റെ സുവിശേഷം ഒന്ന് അറിയിച്ച് കൈ എടുത്തൊന്ന് പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി പറ. കർത്താവ് പറ, യേശു നിങ്ങളുടെ വേദന വെച്ച് കൈവച്ച്, യേശു നിങ്ങളുടെ വേദന ക്രൂശിൽ കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം മന്ത്രി കൽപ്പിച്ചു. ഈ സമയം കൽപ്പിക്കുന്ന സമയം കൽപ്പിച്ച് യേശു നിങ്ങളുടെ രോഗത്തെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു നിങ്ങളുടെ വേദനകളെ ചുമന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണർ കൽപ്പിച്ചു യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, കൽപ്പിച്ച് ആ വേദന ഒന്ന് പറിച്ചു മാറ്റിക്ക്. ആ രോഗശക്തിയെ പുറത്താക്ക്. ആ രോഗത്തിന്റെ ദുരാത്മാവിനെ പുറത്താക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആ ഞരമ്പിന്റെ കുഴപ്പമായിക്കോട്ടെ, അസ്ഥിയുടെ കുഴപ്പമായിക്കോട്ടെ, ഇനി ഏതെങ്കിലും ആന്തരിക അവയവങ്ങളുടെ കേടുപാടായിക്കോട്ടെ, അതിപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു. റിസ്റ്റോറേഷൻ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, കൃപ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഇത്രയും മതി. അവൻ ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. വേദന ഉണ്ടായിരുന്നു പറഞ്ഞവർ, കഴുത്തിന് വേദന. ഹലോ ബ്രദർ, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഏപ്രിലിൽ ജനിച്ച ഒരു വ്യക്തിയെ തൊടുന്നെന്ന്. ഞാനും ഏപ്രിൽ 26 ജനിച്ചതാ ബ്രദറെ. ഏബൽ എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിയുടെ ഭവനത്തിൽ ഏബൽ എന്ന് പറയുന്ന ഒരു തലമുറയുള്ള ഒരു ഭവന കർത്താവ് കാണിച്ചു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഇപ്പൊ കഴുത്തിന്റെ വേദന ഉണ്ടെന്ന് പറഞ്ഞവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എനിക്ക് ആ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവര് കേട്ടെ. നിങ്ങൾ ചാടി പറയാതെ കേട്ടെ. വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ എന്നാ സംഭവിച്ചത്? ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് മാറി. വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ ഒട്ടും വേദനയില്ല. എത്ര നാളുടെ സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? കുറെ ദിവസമായിട്ട് കഴുത്തിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? ഇപ്പൊ ഞാൻ നോക്കിയപ്പോ തൊട്ടും വേദനയില്ല. ഓ, യേശു അത്ഭുതം ചെയ്ത് കണ്ടു. വേദനയില്ല. അടുത്തയാള്. ബ്രദറെ, എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ നോക്കി, ഞാൻ കിടക്കുകയായിരുന്നു. കൈയുടെ വേദനയോട് കൈ ഇങ്ങനെ നീട്ടി വെച്ച് കിടക്കുമായിരുന്നു, ഷോൾഡർ പെയിനും കൊണ്ട്. പക്ഷെ അന്നേരം ഞാൻ മാറ്റിയപ്പോ എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാ പറയാഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഇപ്പൊ എനിക്ക് വേദനയില്ല. ഇപ്പൊ ഞാനിങ്ങനെ നോക്കി, ഇല്ല, ഇപ്പൊ ഇല്ല. ഞാൻ തൊട്ടൊക്കെ നോക്കി. അന്നേരം എനിക്ക് ചിലപ്പം വേദന കൂടുമ്പോ തൊട്ട് നോക്കുമ്പോ ഏമ്പക്കം പോലൊക്കെ അതൊന്നും വരുന്നില്ല. ഞാനിപ്പോ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ അത് നോക്കുമായിരുന്നു. ആദ്യം കുറച്ച് വേദന കുറവുണ്ടായിരുന്നു, ഇപ്പം പരിപൂർണമായിട്ട് മാറി. കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. കർത്താവ് തൊട്ടു. ആമേൻ. അടുത്തയാള് പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി മുതൽ ലീഡേഴ്സ് മീറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയം ഒത്തിരി വേണം പറയില്ല. കാര്യം നമ്മൾ പ്രവചനവരത്തിലോട്ടൊന്നും കയറിയിട്ടില്ല ഇതിലോട്ടും. ഇതൊക്കെ എന്തോരം കാര്യങ്ങൾ കർത്താവ് നമ്മളിൽ വെളിപ്പെടുത്താൻ ഉണ്ടെന്നറിയാവോ? ഒറ്റ നിമിഷം എനിക്ക് തോന്നുന്ന സമയം ഇന്ന് പറന്നുകൊണ്ടിരിക്കുക.
നമുക്കിനി ഒന്ന് നമ്മുടെ ലീഡേഴ്സ് മീറ്റിംഗ് വെള്ളിയാഴ്ച എന്നുള്ള സമയം ഇച്ചിരി ഏതെങ്കിലും ഒരു 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 എന്താ പറയുക, നമുക്കൊരു സമയം കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി. ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, പുറത്ത് പല കാര്യങ്ങൾ സുവിശേഷത്തിന് നോക്കി കൊരിന്ത്യർ സഭയോട് പറഞ്ഞു ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ആൾക്കാരവർ. എന്തിനു വേണ്ടിയ കൃപാവരം തരുന്ന ദൈവം? ഈ സൂമിൽ ഒതുങ്ങിപ്പോകാൻ വേണ്ടിയല്ല, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി പല ഭാഷക്കാരുണ്ട്, അവരോടെല്ലാം സുവിശേഷം അറിയിക്കാൻ ഈ കൃപാവരങ്ങൾ നമുക്ക് വളരെ വളരെ ആവശ്യമുള്ള കാര്യമാണ്. താങ്ക് യു ഹോളി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോൾ എനിക്ക് സമയം പറക്കുവാണ്. പെട്ടെന്ന് അടുത്ത വേദന ഉള്ളെന്ന് പറഞ്ഞവരൊന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് പറഞ്ഞേ. എനിക്ക് വേദന കുറവുണ്ട് പാസ്റ്ററേ. ഇപ്പൊ വേദന കുറവുണ്ട്. ഇനി കുറവുള്ളവർ വെയിറ്റ് എടുക്കണം. അവസാനം ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്തയാള്. ആ വേദന എനിക്ക് കുറവുണ്ട് ബ്രദർ. ഇന്നലെ കഴുത്ത് വേദന ഉണ്ടായിരുന്നു, ഇന്നലെ വേദന ഉണ്ടായിരുന്നു. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ കുറഞ്ഞായിരുന്നു, എന്നിട്ട് ഇന്നും വൈകുന്നേരം വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ കുറവുണ്ട്. അത് നിന്നോണം. കുറവുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്തത്, എനിക്കത് പൂർണ്ണ മാറ്റം വന്നെന്ന് പറഞ്ഞവര്, സൗഖ്യം നമുക്ക് പൂർണ്ണ സൗഖ്യമാണ്, ആ വേദന അവിടെ നിന്ന് മാറിയെന്ന് പറയുന്നവര്. വേദന ആദ്യമേ തന്നെ ഷോൾഡർ പെയിൻ പറഞ്ഞപ്പോഴേ കഴുത്തിന്റെ വേദനയ്ക്ക് പരിപൂർണ്ണ വിടുതലുണ്ടായി. ആ ഷോൾഡർ പെയിനാ പ്രാർത്ഥിച്ചത്, പക്ഷെ കഴുത്തിന്റെ വേദന മാറി. കർത്താവേ സ്തോത്രം. മറ്റാരെങ്കിലും? മറ്റാരെങ്കിലും? ആമേൻ. ഇനി ശ്രദ്ധിച്ചോണേ. അപ്പോൾ നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒച്ചയും ബഹളവും വെച്ച് പ്രാർത്ഥിക്കണോ എന്നൊരു സംശയം വരും. അപ്പോൾ ഞാൻ പണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡിലൊക്കെ പ്രാർത്ഥിക്കാൻ നോട്ടീസ് കൊണ്ടുപോയിരുന്നു. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചെന്നപ്പോൾ അവിടെ നോട്ടീസ് കൊണ്ട് പ്രാർത്ഥനക്കാർക്ക് അവിടെ പ്രവേശനമില്ല. അപ്പം ഞാൻ തിരക്കി, എന്നാ പ്രശ്നം, പ്രാർത്ഥനക്കാർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്നാ കുഴപ്പം? അവർ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല, ആ ഉറങ്ങിക്കിടക്കുന്ന രോഗിയെ വരെ ചാടി എണീപ്പിക്കുന്ന രീതിയിൽ ഒച്ച വെച്ച് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അങ്ങനെ അവരെന്ത് ചെയ്തു? ആൾക്കാരെല്ലാം അവിടെ നിന്ന് പുറത്താക്കി. അപ്പം നമ്മുടെ ചിന്തയിൽ ഭയങ്കര ഞാൻ പറഞ്ഞ ശബ്ദം നമുക്ക് വന്നു പോകും. പക്ഷേ ഇനി ശ്രദ്ധിച്ചോണം, എല്ലാവരും ഞാൻ ഉൾപ്പെടെ ശബ്ദക്കാരാണ് എല്ലാവരും നമ്മൾ. അപ്പം പല ചിന്തയുണ്ട്. നമ്മൾ രോഗസൗഖ്യം പ്രാർത്ഥിക്കുമ്പം ശബ്ദം വെക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞത് പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ പോയി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ അവിടെ പിന്നീട് കയറ്റാതെ, അവിടെ പ്രവേശനമില്ല എന്നൊരു ബോർഡ് വെച്ചു. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തോണം, അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും അത് പകർന്നപ്പെടും. എങ്ങനെ അതിന് ഒച്ച വെക്കണമെന്നോ വോളിയം കൂട്ടണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അകത്ത് നിങ്ങൾക്കൊരു ബോധ്യം വേണം, എൻ്റെ അകത്ത് അഭിഷേകമുണ്ട്, കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കും. എൻ്റെ കഴിവ് വേണ്ട, പ്രാപ്തി വേണ്ട, ഗുണം വേണ്ട, ദൈവത്തിന് ആവശ്യം ഒന്നേ ഉള്ളൂ, ആരെങ്കിലും വേണം സുവിശേഷവുമായിട്ട് നിൽക്കാൻ. അത് ഞാനാണ്. അതിന് കർത്താവ് അത് ചെയ്തോളും. നമ്മളൊരു പാത്രം മാത്രം. അത് ഈ ഒച്ച വെച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വോളിയം ഭയങ്കര കൂട്ടിയതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ നമുക്കൊരു ഒരു തൃപ്തി, അത്രയേ ഉള്ളൂ. പയ്യെ പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രവർത്തിക്കും. ഉറക്കെ പ്രവർത്തിച്ച് ഞാൻ പറഞ്ഞില്ല, അഭിഷേകമൊക്കെ വരുമ്പോൾ തന്നെ വോളിയം കൂടി പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര അഭിഷേകം നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്, ഒരു സിസ്റ്റത്തിനൊരു ചേഞ്ച് വരുത്തും. നമ്മളൊരു കറണ്ട് അടിക്കുമ്പോൾ നമ്മൾ കാറത്തില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറണ്ട് അടിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നത്. അതിൻ്റെ കാര്യം എന്തുവാ? നിലവിളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, തന്നെ നിലവിളി വന്നു പോകുന്നതാണ്. കയ്യിലോട്ട് വെള്ളം വീണാൽ നമ്മൾ കാറത്തില്ല, അയ്യോ കൈ പൊള്ളിപ്പോയെന്നുകൊണ്ട് നമ്മൾ ചുമ്മാ തമാശ പറയില്ല. നമ്മുടെ ചിന്ത, അത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന റിയാക്ഷനുകളാണ്. പക്ഷേ ആ റിയാക്ഷൻ അല്ല റിയാലിറ്റി. അതായത് റിയാക്ഷൻ, അയ്യോ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണോ അത്ഭുതം നടന്നതല്ല. എങ്ങനെ പ്രാർത്ഥിച്ച അത്ഭുതമുണ്ട്. പക്ഷേ ഉറക്കെ പ്രാർത്ഥിക്കുന്ന കുഴപ്പമില്ല, പയ്യെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. ഇനി ഞാൻ ഇതും കൂടെ ഒരു സെക്ഷൻ കൂടെ നമ്മൾ വെക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ കുറച്ച് പേരുകൾ തമ്പുരാൻ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കതുമായിട്ടൊന്ന് കണക്റ്റഡ് ആകാം. ഇന്ന് ചില തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട്, ചിലപ്പം കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കാം, അവരുമായിട്ട് വെളിപ്പെട്ട്, ചിലപ്പോൾ കുടുംബത്തിലെ വ്യക്തികളായിരിക്കും. ദൈവം ഒരു കുടുംബത്തിൻ്റെ അകത്ത് പല ആളുകളെയുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പം ഞാൻ ലൂക്കോസ്, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ലൂക്കോസ് 10 ചിന്തിക്കും. ഒന്ന് വായിച്ചുകൊണ്ട് പറഞ്ഞേ. ലൂക്കോസ് 10-ാം അധ്യായം 1 മുതൽ മുഴുവൻ വായിക്കണം. അതാണ് മെയിനായിട്ടുള്ള സുവിശേഷകർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട വചനമാണ് ലൂക്കോസ് 10. പ്രധാനപ്പെട്ട വചനമാണ് ലൂക്കോസ് 10-ഉം 4-ൻ്റെ നമ്മളിപ്പോൾ വായിച്ച 19-ഉം. ഇത് രണ്ടും പ്രധാന വാക്യമാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം. ശുശ്രൂഷകർ, ദൈവം നമ്മളെ അയക്കുന്ന ഒരു ശുശ്രൂഷയാണത്. ഇന്ന് കേട്ടോണേ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ചിലപ്പോൾ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം ഒത്തിരി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ അകത്ത് നമ്മൾ നിന്ന് പോകുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ മാസത്തിലൊന്ന് ഈ കൃപാപര ശുശ്രൂഷ ഇങ്ങനെ പോട്ടെ, എല്ലാ ഫ്രൈഡേയിലും മാസത്തിലൊന്ന് നമ്മളൊരു ഫുൾ ഡേ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്?
നമുക്കൊരു ഇല്ല ബ്രദറെ. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ഒരു നിമിഷം കൂടെ പ്രയർ സ്റ്റേഷൻ, ഇതാണ് നമ്മുടെ പ്രയർ സ്റ്റേഷൻ്റെ ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച നടക്കുന്നതിൻ്റെ റിയാലിറ്റിയിലോട്ട്, വെർച്വലിൽ നിന്നും നമ്മൾ ഫിസിക്കലിലോട്ട് പോകുന്നതാണ് പ്രയർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് കർത്താവ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ അവിടെ വന്ന് ഏതൊരു ബ്രദർ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ ദൈവം ഉണർത്തുവാൻ, പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കും. നമ്മുടെ 2024 വാക്ക് 25 വാക്ക് റൈസ് ആൻഡ് ഷൈൻ അല്ലേ, ഉണർന്നു പ്രകാശിക്കുക എന്നുള്ളതാണ്. ആമേൻ. അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ ഹോൾ അന്വേഷിച്ചു, 100 പേരുടെ ഹോള് കണ്ടെത്തി. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേരാണ് ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്ക് ഞാൻ എണ്ണം നോക്കിയിട്ടില്ല. 100 പേര് 100 പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത്. അല്ലെങ്കിൽ നമ്മൾ ആ ഹോള് ബുക്ക് ചെയ്യും. എൻ്റെ ആഗ്രഹം ഡിസംബർ മാസത്തിൽ ഒരു ദിവസം, ഇനി ശനിയാഴ്ച പറ്റത്തില്ല, കാര്യം ഓൾറെഡി നമ്മൾ എല്ലാ കാര്യത്തിലും തിരക്കായിപ്പോയി. ഒരു ദിവസം ഇടദിവസമാണ് അതിനു വേണ്ടി വെക്കുന്നത്. ഞാൻ എൻ്റെ ദിവസം അറിയിക്കാം. എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണക്ക് കറക്റ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതനുസരിച്ച് ഇനി ആരെങ്കിലും കൂടെ സഭയിൽ അന്യഭാഷ പ്രാർത്ഥിക്കാൻ കൊതിയുള്ളവരുണ്ടെങ്കിൽ അവരെയും കൂട്ടുക. വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ, നമ്മളെ ദേശത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ തന്നിരിക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾ വളരും, നിങ്ങൾ ഫലം കായ്ക്കും. ആത്മീയമായും ഭൗതികമായും, 2 കാര്യമാണ്, ആത്മീയമായും ഭൗതികമായും നിങ്ങൾ ഉയരും. നമുക്ക് ഫിസിക്കലും സ്പിരിച്വലും സ്ട്രെങ്ത് ആവശ്യമാണ്. ആത്മശക്തിയുടെ നിറവ് ആവശ്യമാണ്. ആത്മനിറവില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല പ്രിയരെ. അല്ലെ വിശ്വാസി ഈ ലോകത്തിലെ മനുഷ്യനേക്കാൾ ഗതികെട്ട ജീവിതത്തിലേക്ക് പോകും. അതിൽ നമ്മൾ പുറത്ത് വരണം. ആത്മനിറവ് വേണം. ആമേൻ. അപ്പം 27-ാം തീയതി കണ്ണൂരിൽ നമ്മുടെ പ്രയർ സ്റ്റേഷൻ്റെ പ്രാർത്ഥന. UK ശ്രദ്ധിച്ച UK കേട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എല്ലാവരും പറയുവാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. UK ഡിസംബർ 20 ഈസ്റ്റ് ഹാമിൽ പ്രാർത്ഥന നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. രാവിലെ വൈകിട്ടുമായിട്ടാണ് പ്രാർത്ഥന. അവിടെ രാവിലെ നമ്മളൊരു അന്യഭാഷാ പ്രാർത്ഥന വെക്കുന്നു. ഉച്ചതിന് ശേഷം കുറച്ച് ആൾക്കാർ അവിടെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ. അതായത് പുറത്തുനിന്നുള്ളവരാണ്. എത്ര പേർ എനിക്ക് അറിയത്തില്ല, കുറച്ച് പേരേ ഉള്ളൂ. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ദൈവമാണ് അയക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം ആൾക്കാരവിടെ ഉണ്ടായിരുന്നു ഈസ്റ്റ് ഹാമിൽ. അപ്പം എനിക്ക് തോന്നുന്ന UK ഗ്രൂപ്പിൽ ഒരനക്കവും ഇല്ല. ആ ഗ്രൂപ്പിനി ഉണ്ടോ, ആൾക്കാരിനി നിങ്ങൾ ആ ഗ്രൂപ്പ് വിട്ട് പോയത് എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചലനമൊന്നും കാണുന്നില്ല. ഇനി പുറത്തുള്ളവരാണോ ഇത് കേൾക്കുന്നത് എനിക്കറിയത്തില്ല. ആ ഗ്രൂപ്പിൽ അനക്കം ഉണ്ടെങ്കിൽ എന്നൊന്ന് പ്രതികരിക്കണം. ഈസ്റ്റ് ഹാമിലെ അഡ്രസ്സ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഈസ്റ്റ് ഹാമിൽ ഡിസംബർ 20 നമുക്ക് ഒരുമിച്ച്, ഞാനും ഉണ്ട് അവിടെ, ഒരുമിച്ച് നമുക്ക് രാവിലെ ഒരു 11 മണി മുതൽ 1 മണി വരെ അന്യഭാഷ പ്രാർത്ഥനയും, 1 മണി 2 മണി വരെ. അതിന് ശേഷം 2 മണി മുതൽ നമുക്കവിടെ പ്രാർത്ഥന, ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. ആ ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോകുന്നവർ, രോഗികളായി ഭാരപ്പെടുന്ന സുഹൃത്തുക്കൾ ലണ്ടനിലോ UK ഏതെങ്കിലും പരിഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ, പരിസരത്തോ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരണം. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ബന്ധനത്തിൻ്റെ അകത്തുള്ളവരുണ്ടെങ്കിൽ, പൈശാചിക ഉപദ്രവങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരണം. അവരെ വിടിവിക്കുവാൻ യേശു അവിടെയുണ്ട്. കർത്താവിൻ്റെ ശക്തി അവിടെയുണ്ട്. അതുകൊണ്ട് രാവിലെ നമ്മളവിടെ അന്യഭാഷയായിരിക്കും പ്രാർത്ഥനയിൽ. UK ഡിസംബർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വർഷമാണ്. 2025 ഈ വർഷം ദൈവം നടത്തി ആയുസ്സോടെ ആരോഗ്യത്തോടെ പുതിയ വർഷത്തിലോട്ട് കയറുമ്പം ആ നന്ദി പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ് കൂട്ടായ്മ. കർത്താവ് നടത്തിയില്ല. എത്രയോ പേര് നഷ്ടപ്പെട്ടും തകർന്നും മരിച്ചും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഓക്കെ, തിരുവനന്തപുരത്ത് 34 പേരുണ്ടെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ ഹോള് ബുക്ക് ചെയ്യും. അത്രയും പേര് തിരുവനന്തപുരത്തുള്ളോ പ്രാർത്ഥിക്കുവാൻ? ശക്തിപ്പെടണേ തിരുവനന്തപുരംകാരെ. എന്തോ ഏത് ഗ്രൂപ്പിലാണ് ബ്രദർ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്? എനിക്ക് കിട്ടിയില്ല. ഇല്ലേ? തിരുവനന്തപുരത്തുള്ളവരെ അതിൻ്റെ ഞാൻ നാളത്തെ നമുക്ക് പോസ്റ്റർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വരാം. തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നത് സുവിശേഷകരുടെ വലിയ എന്താ പറയുന്നത് ഭയങ്കരമായ കൊട്ടകയാണ്. അവിടെ 34 പേരെ അന്യഭാഷ പ്രാർത്ഥിക്കാനുള്ളെങ്കിൽ അതിനേക്കാളും കൂടുതൽ കണ്ണൂരുണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ എറണാകുളത്ത് വന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉറങ്ങിയോ? തിരുവനന്തപുരംകാര് ഗ്രൂപ്പിൽ ഇല്ലാത്തവരില്ലെങ്കിൽ ശ്രദ്ധിച്ച്. ഏത് ഗ്രൂപ്പ്? എല്ലാ ദിവസവും ഗ്രൂപ്പിന്റെ കാര്യം പറയുന്നല്ലേ. അങ്ങനെ ഗ്രൂപ്പിന്റെ ലിങ്ക് സഹോദരി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കമന്റ് ബോക്സിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. ഒന്ന് ടൈപ്പും കൂടെ ചെയ്തിട്ടേക്ക്. ഇനി ഗ്രൂപ്പിൽ പങ്കുചേരാത്തവരുണ്ടെങ്കിൽ ഇട്ടണം. അതിൻ്റെ ഡീറ്റെയിൽസുകളും എല്ലാം 2 ദിവസത്തിനുള്ളിൽ നമ്മളതിൻ്റെ ഹോളിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ടൈം അറിയിച്ചിട്ട് സമയം നോക്കിയിട്ട് ആഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം നമ്മളത് തൊടുപുഴയിലുള്ളവർക്കും നമുക്കൊരു ഹോള് കിട്ടിയിട്ടുണ്ട്. തൊടുപുഴയിൽ പ്രാർത്ഥനയ്ക്ക്, അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് എല്ലാം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറ ലൈവ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാം ആ സമയത്ത് അവരുടെ തിരക്കിൻ്റെ അകത്തുനിന്ന് അവരും ഫ്രീ ആകണം.
അതല്ല അനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ക്രീനും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതെല്ലാം വെക്കണമല്ലോ, സെറ്റ് ചെയ്യണം, എല്ലാം സജ്ജീകരണം എല്ലാം വേണം അവിടെ. അപ്പോൾ അതിനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ കൃപാപര ശുശ്രൂഷകൾ ഉപയോഗിക്കപ്പെടുവാനുള്ള ഒരു അവസരമാണ് പ്രയർ സ്റ്റേഷൻ. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാനും ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും ശുശ്രൂഷകരിൽ ബ്രദർ, ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്, പക്ഷെ ഇപ്പൊ ഞാൻ പൂനെയല്ല, മോളെ കൂടെയാണ് ഇപ്പൊ. അപ്പം അവിടെ എപ്പോഴാണെന്ന് അറിയാൻ അത് ഞാൻ ഡേറ്റ് ഈ മാസം വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാനത് അറിയിക്കാം. ഞാനത് ഇങ്ങനെ നോക്കിയിട്ട് ടൈം അനുസരിച്ച് അറിയിക്കാം. തിരുവനന്തപുരത്ത് എവിടെയാണ് സ്ഥലം? സിസ്റ്ററെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസത്തിനുള്ളിൽ കൺഫേം ചെയ്തിട്ട് സ്ഥലം ഇപ്പോൾ YMCA കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ അവിടെ തന്നെ ട്രിവാൻഡ്രത്ത് YMCAയിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ പറയാം. അപ്പം ഞാനത് ടൈം അനുസരിച്ച് തൊടുപുഴയിലെ തീർച്ചയായിട്ടും തൊടുപുഴ നമ്മളിന്ന് മനോജ് ബദർ പോയി ഹോളെല്ലാം കണ്ടു. നല്ലൊരു ഹോളാണ് തൊടുപുഴ കണ്ടിരിക്കുന്നത്. അപ്പോൾ തൊടുപുഴ, പാല, മൂവാറ്റുപുഴ ഉള്ളവർ ശുശ്രൂഷയിൽ എനിക്ക് ഉപയോഗിക്കപ്പെടണം. എനിക്ക് എൻ്റെ ആത്മീയ കണ്ണയ്ക്ക് ഒന്ന് പ്രകാശിക്കണം. എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ അനേക രോഗികളെ, ബന്ധിതരെ മോചിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ വന്നു. വലിയൊരു പകർച്ച നിങ്ങളുടെ മേൽ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് തീർച്ചയായിട്ടും ഞാൻ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ആഗ്രഹം ഇതാണ്, നമ്മൾ റൈസ് ആൻഡ് ഷൈൻ, ഉണർന്ന് പ്രകാശിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിൻ്റെ ലാസ്റ്റ് സമയമാണ് ഡിസംബർ. ആ ദൂത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി അടുത്തൊരു പുതിയ വർഷത്തിൻ്റെ പ്രവചനത്തിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാം. അപ്പം പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളത് പ്രാപിച്ചില്ല എന്ന് വരാതിരിപ്പാൻ ഞാൻ എന്ത് ചെയ്ത് ഭയപ്പെടുമെന്ന് പറഞ്ഞ പോലെ ആ ജീവിതത്തിൽ അത് നിറവേറി കാണണേ. ഓരോ പ്രവചനവും നിറവേറി കാണണം. അതുകൊണ്ട് മാക്സിമം ആഗ്രഹിക്കുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതെല്ലാം പറയാൻ നമുക്ക് ഇച്ചിരി സമയങ്ങളെല്ലാം ഉള്ളൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവ് തലമുറകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിഷേകത്തിൻ്റെ മുഖം അവരുടെ മേൽ ഇടാൻ വേണ്ടി പോകുന്നു. കർത്താവ് ചില തലമുറകളെ, ചിലപ്പോൾ അവരുടെ ദിവസങ്ങളെ, അവർ ജനിച്ച ദിവസങ്ങളെ, സമയം എന്ന് പറഞ്ഞാൽ അവരുടെ ഡേറ്റുകളെ, ഡേറ്റ് ഓഫ് ബർത്തുകളെ, വർഷങ്ങളെയൊക്കെ വെളിപ്പെടുത്തും. അതുകൊണ്ട് ഒതുങ്ങരുത്. ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ ഇതൊന്നും അല്പം മാത്രമാണ്. നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണം. നമ്മുടെ കൂട്ടായ്മ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് ആയിട്ട് പരിശുദ്ധാത്മ മാറ്റിയിരിക്കുന്നത്. അതായത് പ്രവചനത്തിൻ്റെയും വിടുതലിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും ശുശ്രൂഷ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ലോകത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അന്യഭാഷയിൽ അല്പനേരം യേശുവിൻ്റെ നാമത്തിൽ ഓ ശാഖന റബന സിയാന്തിരി ഹമഷിയാന്തിരി അർത്ഥന റീഖബ ഷാഹ സിയാന്തിരി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ രോഗം പകുതി മാറിയെന്ന് പറഞ്ഞവരെല്ലാം കൈവച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ റാഷ ധേമ റാസിയാന്തിരി പൂർണ്ണ വിടുതൽ നമ്മുടെ പ്രയർ സ്റ്റേഷൻ്റെ എല്ലാം ഓർത്ത് ഒരു നിമിഷം നന്ദി പറഞ്ഞ് ഏപ്രിൽ മാസം എടുക്കാൻ പോകുന്ന മീറ്റിംഗ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നമുക്ക് ആവശ്യം. ഈ ദിവസങ്ങളിൽ വലിയ ഫണ്ട് ആവശ്യമാണ്. സ്വർഗത്തിൽ നിന്ന് അതിങ്ങനെ റിലീസ് ചെയ്യണം. അതെല്ലാം പിടിച്ചെടുത്ത് ബലാത്കാരികൾ ദൈവരാജ്യത്തെ അവകാശമാക്കുന്ന പറഞ്ഞത് ഇപ്പോൾ തന്നെ യേശുവിനകത്തിൽ മിറക്കിൾ മണി തന്നെ പറഞ്ഞു. വേറെ ഒന്നും വേണ്ട. മിറക്കിൾ മണി ഇൻ ദ നെയിം ഓഫ് ജീസസ്. മിറക്കിൾ മണിയാണ് നമുക്ക് വേണ്ടത്. ഓ റാഷാന്ത മസിയാല സിയ റാ ടെരീമെ ഷേലെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങൾ മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നപ്പ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് ഞങ്ങളുടെ കളപ്പുരകൾ വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓ റാൽമേ കേന സേക്കെ നന്മ ഞങ്ങളുടെ പുറകെ വരും. ഞങ്ങൾ ഫിനാൻസിനോട് കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കളപ്പുരയിലോട്ട് വന്ന് കേറട്ടെ യേശുവിന്റെ നാമത്തിൽ. റോഷല മെഹേസ് നിയാറ റാതു ഷ്ബേഖന സ്ലേലഹ റീലാമ സിയാൻദരെ അർബിയ റമക സാന റീക മേനെ സേകെ ഓ റബ ബാബാ 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 ഷാലഖമ റാസെഖേന റിയ ലാബ അർത്തി മാഹു സെൻഡ റാഷെ ലേബെ നേതെ റീകമാന അർതുരോ റീകന ബഡദഖ് മിയാലഖ തേരിയ അർബഹ സാനഹ ദദഖസ്മന റീൽകന സോഹ റമെ സെറ്റ് റൈത ബേഖ സിയാൻദരെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇന്ന് തലമുറകളുടെ പേര് മാത്രമല്ല അവർ ജനിച്ചൊരു മാസവും കൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഇന്ന് അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കണ്ണടച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ഉള്ളത്തിലൊരു വെളിച്ചം പോലെ
പല രീതിയിൽ റിഫ്ലക്ഷനുകൾ ഉണ്ടാകുകയാണ്. ആത്മകണ്ണുകളുടെ മേൽ ചില കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കട്ടെ, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് ഓടണമപ്പാ, ഞങ്ങൾക്ക് പോകണമപ്പാ, ലോകം മുഴുവൻ പോകണമപ്പാ, സുവിശേഷം അറിയിക്കണമപ്പാ, ബന്ധിതരെ മോചിപ്പിക്കണമപ്പാ, പീഡിതരെ വിടുവിച്ചയക്കണം, കൂടനെ കാഴ്ച കൊടുക്കണം. കർത്താവെ, മുടന്തനെ തുള്ളിക്കുന്ന, ചെകടനെ കേൾവി കൊടുക്കുന്ന, ഊമനെ സംസാരിപ്പിക്കുന്ന, മരിച്ചതിനെ ഉയർപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് റിലീസ് ചെയ്തപ്പോൾ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ജീസസ്. എന്താണ് കർത്താവ് വെളിപ്പെടുത്തിയത്? പെട്ടെന്ന് പറഞ്ഞു. വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വേറെന്തെങ്കിലും ആദർശിന്റെ കൂടെ പറഞ്ഞു പറഞ്ഞു ബ്രദർ, എനിക്ക് നേരത്തെ പറഞ്ഞു. നവംബർ 14 നവംബർ 14 ശ്രദ്ധിച്ചേ. ബെന്നി എന്ന് പറയുന്ന ഒരു പേര്. ഏതാ? ബെന്നി. ബെന്നി. നവംബർ 14 ബന്ധപ്പെട്ട് ബെന്നി എന്ന് പറഞ്ഞൊരു പേര് കർത്താവ് വെളിപ്പെടുത്തി. അടുത്തത് പിന്നെ ഒരു വിഷയം കൂടെ കാണിച്ചു പാസ്റ്ററെ. അതായത് സാമ്പത്തികമായിട്ട് ആർക്കോ കൊടുത്തിട്ട് ആരോടും പറയാൻ പറ്റാതെ കരഞ്ഞ് രോഗമായി കിടക്കമേൽ കിടക്കുന്ന ആത്മഹത്യ ചെയ്താൽ എന്താണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ കൂടെ എന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വിടുതലാകട്ടോ. ഇന്ന് കർത്താവ് ആ വെളിപ്പെടുത്തിയ വ്യക്തി ആത്മഹത്യയല്ല, യേശുവിൻ്റെ ജീവനായിട്ട് കർത്താവ് ഇന്ന് ആ കുടുംബത്തിന് മേൽ വെളിപ്പെടുത്തും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സാക്ഷ്യമാണ്. ആദർശ് മോൻ പറഞ്ഞ ആരായിരുന്നത്? ഇപ്പൊ ആര് കമന്റ് ചെയ്തേക്കുന്നത്? ആദർശാണ് മോന്റെ പേര്. ആദർശ്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് മൗന് വേണ്ടി വെളിപ്പെടുത്തിയത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സഹോദരിയെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ചെയ്യാൻ വേണ്ടി പോവാ. ഇന്ന് ആദർശുമായിട്ട് ബന്ധപ്പെട്ടൊരു മെയ് മാസത്തെ കർത്താവ് ആ കുടുംബത്തിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. മെയ് മാസം. ഇന്ന് മെയ് മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ആ കുടുംബത്തിൻ്റെ അകത്ത് തൊടാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ അകത്തൊരു സർക്കിളിൻ്റെ അകത്തൊന്നും കർത്താവ് ആ വ്യക്തിയെ പണിതെടുക്കാൻ വേണ്ടി പോകുന്നു. സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ റിലീസ്. ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ മെയിലാ. കണ്ടോ? യേശുവിന്റെ നാമത്തിൽ. ആദർശിന്റെ പപ്പ അല്ലേ? അതെ അതെ. ആദർശിന്റെ 2 ദിവസം മുമ്പ് ബ്രദർ മോനെ കുറിച്ച് ദൂത് പറഞ്ഞിരുന്നു, മോന്റെ പേര് പറഞ്ഞിരുന്നു. ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഇന്ന് അതൊന്ന് ഊട്ടി ഉറപ്പിക്കുക കർത്താവ് കേട്ടോ. God bless you. Amen. നേരത്തെ ഫസ്റ്റിലെ യമുന എന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെടുത്തിയായിരുന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം പ്രദീപ എന്ന് പറഞ്ഞൊരു പേരും സൗഖ്യം എന്നും കാണിച്ചു. യേശുവിന്റെ നാമത്തിൽ ആ പേരുകാരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആരാണോ, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഈ ആലോചന സ്വീകരിച്ചോണേ. ഞാൻ പറഞ്ഞതുപോലെ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ഓരോ കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ, സൂമിലാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ആമേൻ പറഞ്ഞെടുക്കാം. ഈ ലൈവിലാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേലെ അഭിഷേകം വന്ന് വീഴുകയാണ് ആമേൻ പറയുമ്പോൾ ആ കുടുംബത്തെ വിടിവിക്കുവാൻ വേണ്ടിയുള്ളത്. ആമേൻ. കർത്താവ് വലിയ പ്രവൃത്തി ചെയ്യുക കേട്ടോ. ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ആളെ ഏറ്റെടുത്തോണേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും? ജീവൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് കാണിച്ചു. ജീവൻ. വർഷം ഏതായിരുന്നു സിസ്റ്ററെ? ഏപ്രിൽ 25. ഏപ്രിൽ 25 ജനനമുള്ള വ്യക്തി ആരാണോ, അത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓരോ കാര്യങ്ങളും കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഈ കാര്യങ്ങൾ ഇനി മുതൽ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത്, നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് ഇനി മുതൽ ഇതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കറിക്കരിയുമ്പോഴും ജോലിക്ക് നടക്കിലുമൊക്കെ ദൈവം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിഷയങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ദൈവം പ്രാർത്ഥിക്കാൻ നിയോഗം തരും. ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പേര് വെളിപ്പെടും, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ആ വ്യക്തി അങ്ങനെ ഏരിയ പോലും ഇല്ലായിരിക്കാം,
പക്ഷെ പിന്നീട് ആ വ്യക്തിയെ കർത്താവ് കാണിക്കും നിങ്ങളുമായിട്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കും അങ്ങനെ ആളില്ലായിരിക്കാം, പക്ഷെ പിന്നീട് ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ പാസ്റ്റർ പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ പാസ്റ്റർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ. അപ്പൊ പാസ്റ്റർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോ ചെറിയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാ പറയുന്നത്. അങ്ങനെ കുഞ്ഞിന് വേണ്ടി, ചെറിയ തീർച്ചയായിട്ടും. ബാക്കി എന്നാ കർത്താവ് കാണിച്ചത്? എനിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. എന്താണോ കർത്താവ് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിച്ചു. കർത്താവ്, ഞാൻ ആ യേശുനാഥത്തിൽ ആലോചനയെ കുഞ്ഞിന് വേണ്ടി സ്വീകരിക്കുന്നു. കർത്താവ് തലമുറയുടെ മേൽ വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റുമല്ലോ. ഞാൻ ഏറ്റെടുക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികൾ എനിക്കറിയാം. ഒത്തിരി നമ്മളിങ്ങനെ ഒരു ശുശ്രൂഷ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടൈമിൻ്റെ പരിമിതിയുണ്ട്. വരും ദിവസങ്ങളിൽ എനിക്കറിയാം ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഏകീകരിച്ച് പരിശുദ്ധാത്മാവിൽ ഒരു ദിവസം നമുക്കിതിനു വേണ്ടി വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവിൻ്റെ ശുശ്രൂഷകളെ ചെയ്യുവാൻ നമുക്കൊരു ദിവസം മാറ്റിവെക്കാം. എനിക്ക് ഒത്തിരി പേർക്ക് നിങ്ങൾക്ക് കർത്താവ് കാണിച്ചതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ചെയ്യാൻ അവിടെ അവസരമുണ്ട്. പക്ഷേ എല്ലാ കമൻറ്റുകളും നമുക്ക് എടുത്തു പറയാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ആദ്യ ചുവടാണ്. ഇതുകൊണ്ട് തീരുന്നില്ല, ജ്വലിപ്പിക്കണം. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യവും അച്ചായനെ കുഴമ്പ് തൂത്തുകൊണ്ടിരിക്കുമായിരുന്നു വർഷങ്ങളായിട്ട്. ഒരു ദിവസം സഹോദരി വചനം കേട്ടിട്ട് കുഴമ്പ് തൂത്തില്ല, പകരം കൈവച്ചു പ്രാർത്ഥിച്ചു. നമ്മൾ കേട്ടായിരുന്ന സാക്ഷിയല്ലേ യേശു സൗഖ്യമാക്കിയത്, കണ്ടോ? അപ്പം അതേപോലെ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ചോ. ആരെങ്കിലും വേദന പറഞ്ഞാൽ ആദ്യം കുഴമ്പെടുക്കുന്നതിന് ഒരു വാക്കൊന്നും ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. ആദ്യം പ്രാർത്ഥിക്കും. അവർ പറയും വേദന മാറിയില്ലെന്ന് പറഞ്ഞാൽ നിരാശപ്പെടരുതേ. കാരണം ചിലപ്പോൾ ആ വ്യക്തിക്ക് കൂടുതൽ ശക്തി ആവശ്യമുണ്ട്, ആ വ്യക്തിക്ക്, നിങ്ങൾക്കല്ല. ചില സൗഖ്യം പെട്ടെന്ന് നടക്കും, ചില സൗഖ്യം പെട്ടെന്ന് നടക്കത്തില്ല. അതിന് കാരണമുണ്ട്, പലതിനും പല കാരണങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. സൗഖ്യം അവരുടെ അവകാശമാണ്. നിങ്ങളോട് പറയണം, നിങ്ങളാണ് അവരെ കൊടുക്കാനുള്ള ആൾക്കാർ. നിങ്ങൾ പിന്മാറിപ്പോരുത്, ബലപ്പെട്ടോണം. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ നിർത്തുവാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്യുന്നു. ഈ മാസം വിതയ്ക്കുന്നതിൻ്റെ മാസമാണ്. കാരണം ജനുവരിയിൽ നമുക്ക് എല്ലാ ഹോളുകളും ബുക്ക് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ മാസം അതുപോലെ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തനങ്ങൾ പല ഏരിയയിൽ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. മൊത്തം നമുക്ക് മുൻകൂറെല്ലാം ചെയ്യേണ്ടതുള്ള മാസമാണത്. അതിന് ശേഷം നിങ്ങൾ അപ്പോൾ ഈ പ്രാവശ്യം വിതയ്ക്കാൻ മാറ്റിവെച്ചവർ, ജോലി ചെയ്യുന്നവർ ദശാംശങ്ങൾ മാറ്റിവെക്കുക, നന്മ മാറ്റിവെക്കുക. എന്നിട്ട് കർത്താവെ ഞാൻ അവിടെ വന്നതിന് ശേഷം നേരിട്ട് വരുമ്പോഴും നിങ്ങളെക്കൊണ്ടെല്ലാം അവിടെ പ്രാർത്ഥിപ്പിക്കും. ആർക്കും ഒഴിയാൻ പറ്റത്തില്ല. രോഗികളെ ഇപ്പോൾ തന്നെ പറയണം. മീറ്റിംഗ് നടക്കുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ, കൊണ്ടുവരണം. അവിടെ ബന്ധനത്തിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തി പറയും എനിക്ക് ഭയങ്കര വിഷയം, എനിക്ക് കാരണം എടുത്ത് കൊണ്ടുപോകാൻ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അവരുടെ ഇടപെടും. ഒരു ഡെലിവറൻസ് അവർക്ക് ആവശ്യമാണ്. UK 20-ാം തീയതി പ്രാർത്ഥന നടക്കുന്നു, മറന്നു പോകരുതേ. ഡിസംബർ 20-ാം തീയതി. ഹോളിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് പുറമെ വരുന്നതായിരിക്കും. 2 രീതിയിലാണ് പ്രാർത്ഥന. രാവിലെ അന്യഭാഷ പ്രാർത്ഥന. അന്യഭാഷ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുള്ളവർ, അന്യഭാഷ പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാം വരാം. എന്തും സംഭവിക്കാം അവിടെ. അന്യഭാഷ പ്രാർത്ഥനയുടെ എന്തും സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയുടെ വിശ്വാസം. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്, അതിലും പങ്കുചേരാം. കർത്താവ് നിങ്ങളോട് ഇടപെടും. അപ്പം ഇപ്പോഴേ ലീവൊക്കെ എടുക്കുക. നമുക്ക് ഈ വർഷത്തിൽ ലഭിക്കുന്നൊരവസരമാണ്. അതുകൊണ്ട് കളയല്ലേ. ഈ വർഷത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറുവാണ്. വലിയ കാര്യങ്ങളെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ കാണാൻ പറ്റും. വിതയ്ക്കുക, ദൈവരാജ്യത്തിൽ കൊയ്യുക. വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകട്ടെ. വായ്പ മേടിക്കത്തില്ല. ജോലിയിൽ, ബിസിനസ്സിൽ കർത്താവിൻ്റെ വർധനവിന് നന്ദി. നന്മയും കരുണയും അവർ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. നന്ദി യേശുവേ. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ഈ ദിവസങ്ങളിൽ പറയണം മിറക്കിൾ മണി. എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കണം. എനിക്ക് മിറക്കിൾ, അത് തന്നെ പറയണം. എനിക്ക് മിറക്കിൾ മണി വേണം. ആകാശത്തുനിന്ന് മഞ്ഞ കൊഴിച്ചതുപോലെ, പത്രോസിന് വേണ്ടി മീൻ്റെ അകത്ത് നന്മ വെച്ചതുപോലെ, സറാഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ ഇരട്ടി നന്മ ഉണ്ടായതുപോലെ യേശുവിനെ മിറക്കിൾ. ഇത് നിങ്ങളുടെ മനസ്സിൽ തന്നെ പോകുമ്പോഴൊക്കെ പറയണം. പേഴ്സിനെ നോക്കിയിട്ട് പറ, ഞാൻ സാലറിയുടെ കാര്യമല്ല ഈ പറയുന്നത്. സാലറിയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. മിറക്കിൾ മണി, ദൈവരാജ്യത്തിൻ്റെ സമ്പത്തിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ധനവും മാനവും പുരാതന സമ്പത്തിൻ്റെ കാര്യം ഞാനീ പറഞ്ഞത്. ലോട്ടറിക്കാരുമല്ല ഞാനീ പറഞ്ഞത്. അത് റിലീസ് ചെയ്യണം. പറയണം മിറക്കിൾ മണി ഞാൻ കാണും, മിറക്കിൾ മണി ഞാൻ കാണും, മിറക്കിൾ മണി ഞാൻ. എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കണം. എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ
ഏറ്റവും നല്ലത് വിതയ്ക്കണം, ഏറ്റവും ബെസ്റ്റ് എനിക്ക് വിതയ്ക്കണം, ഏറ്റവും ബെസ്റ്റ്. ഈ വർഷം ദൈവം എന്നെ നടത്തിയതിൻ്റെ അകത്തു എനിക്ക് കൊടുക്കാൻ പറ്റുന്ന അവസരമാണ്. ഡിസംബറിൽ ഞാൻ പുതിയ വർഷത്തിലേക്ക് വിതയ്ക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് ഞാൻ ഇത് നിൽക്കാതെ വിതയ്ക്കാൻ അവസരം തരും. ഞാൻ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് എന്ന് ഞാൻ സാക്ഷ്യം ചോദിക്കുന്നില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നാളത്തെ മീറ്റിങ്ങിന് ഡെലിവറൻസ് മീറ്റിംഗ് ആണ് നാളെ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡെലിവറൻസ് മീറ്റിങ്ങും എല്ലാം ഒരുമിച്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. നാളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ അപ്ഡേഷൻ വരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ട്രിവാൻഡ്രത്തുള്ളവരെ നമ്മുടെ പ്രെയർ ലൈൻ്റെ നമ്പറുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ഗ്രൂപ്പിൽ ചേരാത്തവരാണ്, ഗ്രൂപ്പിലില്ലാത്തവരായിരുന്നെങ്കിൽ നിങ്ങൾ ഈ നമ്പറുകളിലേക്ക് അവരെ ബന്ധപ്പെടുക. അവർ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് വരെ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾ കറക്റ്റ് കണക്ക് നിങ്ങൾ ആ പ്രാർത്ഥനയിൽ നമുക്ക് ആ ഹോളിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്, അതുകൊണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നേരത്തെ പറയുക. അതിൻ്റെ ഡീറ്റെയിൽസുകൾ അവിടെ കാണാൻ പറ്റും. ഗ്രൂപ്പിൽ നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾ അറിയിക്കുക. അവർ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ പറയുന്നതായിരിക്കും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കിട്ടുന്നത് വരെ മെസ്സേജ് അയച്ചോണം. ഗോഡ് ബ്ലെസ് യു. അവർ തിരക്കാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ നല്ല തിരക്കാണ്, അവർ ബിസിയാണ്. അവർ ആൾക്കാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി സൗകര്യങ്ങളിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യുന്നു. അപ്പോൾ അവർ നല്ല തിരക്കാണെങ്കിലും നിങ്ങളാണ് ആവശ്യക്കാർ, അവരല്ല. അവിടെ നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കണം. അവർ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ നാളെ ഇതുപോലെ ബിസി ആവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ തിരക്ക് എന്നാന്നുള്ളത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അപ്പോൾ നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. വലിയ കൃപകളെന്നല്ലെങ്കിൽ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ഭവനത്തിൽ നിന്ന് ഇനി മുതൽ പിള്ളേരൊക്കെ വിഷയം പറഞ്ഞാൽ കൈവച്ചോണം. അഭിഷേകത്തെ ഉപയോഗിച്ചാൽ മാത്രമേ അഭിഷേകം വർദ്ധിക്കത്തുള്ളൂ. വചനം പറയണം, അന്യഭാഷ പറയണം, പാട്ട് പാടണം, സ്തുതിക്കണം, ആരാധന കുടുംബത്തിൽ ഉയരണം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇന്ന് ലൈവിൽ കണ്ടവരെ, പ്രാർത്ഥനയിൽ സംബന്ധിച്ചവരെ, ഇനി കാണാൻ പോകുന്നവരെ, ഞാൻ എല്ലാവരെയും